ഇവയുളവാക്കിയ നിന്ന വരുമൻ സഹായ ഉലകമാകാശ ഇവയുളവാക്കിയ നിന്ന ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. വലിയവനാ നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ. വലിയവനാ നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലയിലുണ്ട്. ബഹുമാനപ്പെട്ട മരുതനാല് പാസ്റ്റർ അവർകൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ആര് വന്ന് ദൈവവചനം പറഞ്ഞാലും വാക്യം പറഞ്ഞ് അന്നേരം ഞാൻ അങ്ങ് വായിച്ചു കൊടുക്കും, കിട്ടുകയാണേ പെട്ടെന്ന്. ആര് വന്നാലും ഒരു കൊച്ചനെ എഴുന്നേറ്റ് 10 വയസ്സുള്ള പയ്യനാന്നിൽ എഴുന്നേറ്റ് വചനം പറഞ്ഞ, കാരണം ഇത് ദൈവവചനമാണ്. നമ്മുടെ ഇടയിൽ ചിലർക്ക് ഇച്ചിരി പദവി സ്ഥാനവും ഇച്ചിരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വായിക്കുന്നത് ഏതാണ്ട് ഇതൊക്കെ ആർക്കാണ്ടെല്ലാം കൊടുത്തിരിക്കുക, അവർ വേണേ വായിക്കട്ടെ. കുറ്റമല്ല എന്നാ കുറ്റവുമാ. സ്തോത്രം. ദൈവവചനം വായിക്കുന്ന വലിയ മഹാഭാഗ്യമാണ്. ആട്ടെ, എന്നാലും മോള് വായിച്ചു തന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈയിടെ എവിടെയോ കൺവെൻഷന് ചെന്നപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ച് ഞാനും ഇരിപ്പുണ്ട്. വാക്യം പറഞ്ഞിട്ട് ആരും വായിച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു കൊടുത്തു. എവിടെ കഴിഞ്ഞ ദിവസമാണ് പോയത്, തോമ്പിക്കണ്ടത്താന്നു. അവിടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ. വാക്യം പറഞ്ഞിട്ട് വായിക്കല. ഞാൻ പെട്ടെന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കണം. അതൊന്നും കുറ്റമൊന്നുമല്ല. നമ്മുടെ വിലയൊന്നും പോകത്തില്ല, സ്ഥാനമൊന്നും പോകുകയില്ല, മാനവും പോകത്തില്ല. നമുക്ക് മാനം കിട്ടുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് വിനയായല്ലോ എന്ന്. വിനയല്ല, നല്ല കാര്യം പറഞ്ഞതാ. ഒന്നുകൂടെ വായിച്ചോ മോളെ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ഇവൾ ആരെന്ന ആ പുസ്തകത്തിൽ തന്നെ ഇവൻ ആരെന്ന് ഒരു വാക്യമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാനാ ഉദ്ദേശിക്കുന്നത്. ഒക്കുമെന്ന് തോന്നുന്നില്ല. മൂറും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവർ. അപ്പോ ഒരു ഭാഗത്ത് വായിക്കുന്നു ഇവൾ ആര്, ഇവിടെ ചോദിക്കുന്നു ഇവനാര്. നമുക്ക് സമയത്തിന്റെ പരിമിതി അനുസരിച്ച് ചിന്തിക്കാനാ കർത്താവ് ശരണപ്പെടുന്നത്. ഏതായാലും മോള് നന്നായിട്ട് വാക്യം വായിക്കുന്നു, നല്ല സ്ഫുടമായിട്ട് വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സത്യവേദ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ശലോമോനാൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ഒരു വേദ പഠിതാവ് പറഞ്ഞിരിക്കുന്നത് ശലോമോൻ പല പുസ്തകം എഴുതി. അതിനെപ്പറ്റി അനേകം കൊടുത്തിരിക്കുന്ന പ്രയോഗം, കൃപയിൽ നിന്നപ്പോൾ പുസ്തകം എഴുതി, കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പുസ്തകം എഴുതി, കൃപയെന്ന് പോയപ്പോഴും
അത് പുസ്തകം വായിച്ചാൽ അറിയാം. ഈ കൃപയിൽ നിന്നപ്പോഴുള്ള പുസ്തകമാണെന്നാ പറയുന്നത് ഉത്തമ ഗീതം. പേര് തന്നെ അങ്ങനെ, ഉത്തമ ഗീതം. അതിനകത്ത് പ്രിയനെ പറ്റിയൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ 10,000 എനിക്ക് നല്ല പ്രയോഗമാണ്. അത് കൃപയിൽ നിന്നപ്പോഴാ. കൃപയിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പൂർണ്ണമായിട്ട് മാറിയില്ല, പൊയ്ക്കൊണ്ടിരിക്കുക. അന്നേരം പുസ്തകം എഴുതി സഭാപ്രസംഗി. നോക്കുമ്പോൾ മുഴുവൻ മായയായിട്ടാ തോന്നുന്നത്. മായ പുള്ളി പറഞ്ഞു എല്ലാത്തിനും കാലമുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തെ വിളിക്കാനും ഒരു കാലമുണ്ട്, ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും ഒരു കാലം, കൈയടിച്ച് പാട്ട് പാടാനും ഒരു കാലമുണ്ട്, ഇങ്ങനെ വെറുതെ വന്ന് ഇരിക്കാനും ഒരു കാലം. എല്ലാം പുള്ളി കൃപയെന്ന് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ലക്ഷണമായത്. ഒടുവിൽ പുള്ളി അബദ്ധം കയറി പറഞ്ഞു, മനുഷ്യനും ചാകുന്നു മൃഗവും ചാകുന്നു, രണ്ടിന്റെ ആത്മാവ് മേപ്പോട്ടാന്നോ കീപ്പോട്ടാന്നോ ആർക്കറിയാന്ന്. അപ്പൊ ആ പരുവത്തിനായി. നമ്മുടെ ഇടയിൽ ഈയിടെ അടുത്ത കാലത്ത് ഞാനോട് ചോദിച്ചു, കാകളം തൊന്നിച്ചാ പോവോ? ആർക്കറിയാം. ആ പരുവത്തിനായി. ഇത് കൃപയെന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. കൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങ് മാറിയപ്പോൾ എഴുതിയിരിക്കുക. കുറച്ച് കൃപയുള്ളപ്പോൾ എഴുതിയതാ സദൃശവാക്യം, എല്ലാം ഗുണദോഷവാ. മോനെ അപ്പനെ ബഹുമാനിക്കണം കേട്ടോ, അമ്മയെ നിന്ദിക്കരുത്, ദൈവത്തെ ഭയപ്പെടണേ, നീ മദ്യം ഒന്നും കുടിക്കരുത്, അത് പാത്രത്തിൽ ഇറങ്ങുന്നതും നോക്കരുത്, പരസ്ത്രീയെ നീ നോക്കരുത്. കല്യാണം കഴിച്ച് ഊപ്പാട് വന്നവനാ. മോളെ ആ 11-ാം അധ്യായത്തിൽ വായിച്ചോ? ഞാൻ വെറുതെ പറയുകയെന്ന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1. ആ ആ ആ ആ എൻ്റെ ദൈവദാസനെ വായിച്ചു തന്നതിന് വളരെ നന്ദി. ഏതായാലും ഞാൻ തൊടു കൈക്ക് പറഞ്ഞപ്പോൾ ഒരാളെങ്കിൽ ഇത് ഏറ്റെടുത്ത് പെട്ടെന്ന് വായിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ മൈക്ക് കൂടെ ഒന്ന് വായിപ്പിച്ചോട്ടെ, ഒന്ന് വായിപ്പിച്ചോട്ടെ. ആ വായിച്ചോ മോളെ, മൈക്ക് കൂടെ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ, അപ്പൊ ഫറവോന്റെ മകളെ ഓൾറെഡി കെട്ടി. ഇത് കൂടാതെ മോവാബ്യര്, അമോന്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ച് ഊപ്പാട് വന്നയാളാ. എന്നാലും പുള്ളി ഗുണദോഷം പറഞ്ഞു, പരസ്ത്രീയെ ഒന്നും നോക്കരുത്. അവിടെ വാക്കൊന്നും നിങ്ങൾ വിശ്വസി. പെണ്ണുങ്ങളെല്ലാം പുള്ളിയായിട്ട് കുഴച്ചു. ഞാൻ പിന്നെ വരാം സമയമുണ്ടെങ്കിൽ. അപ്പൊ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പോയിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപയെന്ന് പോയി കഴിഞ്ഞ് എഴുതിയ പുസ്തകവും, അതിൽ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണെന്നാ പറയുന്നത് ഉത്തമഗീതം, പാട്ടുകളുടെ പാട്ട്. നമ്മുടെ ഇടയിൽ ചിലർക്ക് അതിവിശുദ്ധിയൊക്കെ കണ്ടമാനം കൂടിക്കഴിഞ്ഞത് കൊണ്ട് ചിലര് പറയുന്നത് ഉത്തമഗീതം ഒന്നും കൊള്ളുകയല്ലെന്ന ഈ പുസ്തകം. ഇതിലെ ഭാഷയൊന്നും നല്ലതല്ല, പ്രയോഗശൈലി നല്ലതല്ല, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ വിശുദ്ധിയും വേർപാടും കൂടിയ ഇത് മാത്രമല്ല, അങ്ങ് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും. കൈ കൊടുക്കത്തില്ല, മിണ്ടുകയില്ല, എല്ലാ യോഗത്തിനും ഒന്നും പോകത്തില്ല. ഞങ്ങൾക്കൊരു സഹോദരിയുണ്ട്, പേരൊന്നും പറയുന്നില്ല, ലൈവ് ഉള്ളത് കൊണ്ടാണ്. സഭായുഗത്തിന് വരുന്നത് 12:30-ക്കൊക്കെയാണ്, 10-ന് തുടങ്ങുന്നതാ. 12:30-ക്കൊക്കെ വന്ന് അലച്ചു തല്ലിയായി വരുന്നത്. അപ്പൊ പാസ്റ്റ് ചോദിക്കും, എന്നെ താമസിച്ച തേജസ് കണ്ടില്ലെന്ന്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ പുള്ളിക്കാരി ഒരു തേജസ് കാണും, കണ്ടെങ്കിലേ യോഗത്തിന് വരുവുള്ളൂ. കുറ്റമാണെന്ന് പറയാനൊക്കത്തില്ല, അങ്ങനെ. അപ്പൊ യോഗം തീരുമ്പോഴൊക്കെയാ വന്ന് കയറുന്നത്. 1 മണി യോഗം തീരും, 12:45 അന്നേരം തേജസ് കാണുന്നേ. അപ്പൊ ഇത് കണ്ടമാനം വിശുദ്ധിയും പ്രമാണവും ഒക്കെ കയറിയാലും ബുദ്ധിമുട്ടാ. പണ്ട്
കുഴിക്കാലയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ, പേര് പറയുന്നില്ല, അവന് 40 ഇരിക്കുക ഉപവാസം 40. അപ്പൊ അവിടുത്തെ ശുശ്രൂഷകൻ ദൈവനാഥൻ മരിച്ചുപോയി. നമ്മുടെ നല്ല ദൈവകൃപയുള്ള മനുഷ്യനാ, വചനപരിജ്ഞാനവും പ്രവചനാത്മാവിലൊക്കെ പ്രവചന വിഷയങ്ങൾ. അദ്ദേഹം പറഞ്ഞു, എടാ നീ ഒറ്റയ്ക്ക് ഇരിക്കരുത് 40, 1-2 ദിവസമൊക്കെ ഇരുന്നാൽ ഒന്നെങ്കിൽ ദൈവമക്കൾ വേണമില്ലേ, സഭയെ വന്നിരിക്കണം, ഇല്ലെങ്കിൽ സഭയുടെ യോഗം വെക്കണം. ഒറ്റയ്ക്ക് ഇങ്ങനെ 40 ഇപ്പം വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ, ഇരിക്കരുതെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ ദാനിയേൽ സാറ് പറയുന്ന വല്ലതും ഏക്കുവോ? അവൻ ഇരുന്നു. 40 ഇരുന്ന് തീരുന്നതിന് മുന്നേ പരുവക്കേടായി. ഈ ഫൈറ്റ് ചെയ്യല്ലേ, ഒറ്റ വാക്ക് പറഞ്ഞ ശാശുവിനെ കഴുത്തിലെടുത്ത്. അപ്പൊ ഇവനങ്ങ് വിശുദ്ധി അങ്ങ് കയറി വേറെ പുസ്തകം വായിച്ചു. അങ്ങനെ വായിച്ചപ്പം ഇവന്റെ വേറെ പുസ്തകം ഇച്ചിരേ ഉള്ളൂ, പുതിയ നിയമത്തിന്റെ അത്രവും പോലും കനമില്ല. അതെന്നാന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും വായിക്കുമ്പോൾ പുള്ളിക്ക് തോന്നി ഇത് വേണ്ടാന്ന് കീറിക്കളയുക. വിശുദ്ധി കയറി. ഒരു ദിവസം വായിച്ചപ്പോൾ ഉൽപ്പത്തി 19, അത് നമുക്ക് ആവശ്യമില്ലല്ലോ. ഉൽപ്പത്തി 19 ഉടനെ കീറി ദൂരോട്ട് കളഞ്ഞു. പിറ്റേ ദിവസം വായിച്ചപ്പോൾ ലേവ്യ 11, യഹൂദന് ഭക്ഷിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലിസ്റ്റ്. അത് നമുക്ക് എന്തിനാ, അതും കീറി, നമുക്ക് വേണ്ടെന്ന്. ശൗമേലിന്റെ 2-ാം പുസ്തകം 11-12 കീറി. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ എടുക്കുക, അതെന്തിനാ നമുക്ക്, അതും കീറി കളഞ്ഞു. കീറി അത് രസമതല്ല, പുള്ളി ഉത്തമഗീത 8 അധ്യായവും കീറി. അത് പറയാനാ, നമുക്കിതിന് ആവശ്യമില്ല, ചുമ്മാ ആവശ്യമില്ലാത്തെല്ലാം എഴുതി വെച്ചേക്കുന്നെന്ന്. അപ്പൊ അങ്ങനെയുള്ള പരുവക്കേടുകാരും ഉണ്ട്. അപ്പം അദ്ദേഹം ഇത് കീറിക്കളഞ്ഞു. പക്ഷെ ഇത് കീറണ്ട, ഇത് വളരെ പ്രയോജനമുള്ളൊരു പുസ്തകമാണ് ഉത്തമഗീതം. അത് പഠിക്കുന്ന ധ്യാനിക്കുന്നവർക്കറിയാം. ഈ ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, പല വ്യക്തികളെ കാണുന്നുണ്ട്, പാട്ടുകളുടെ പാട്ട്. ഇത് പലസ്തീനിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ്. അതിനെ ആസ്പദമാക്കിയ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരിക്കുക, ഇനി അവരെങ്ങാനും ഇരിക്കട്ടെ, എനിക്ക് അസ്വസ്ഥതയാണ്. ഇങ്ങനെ നിങ്ങൾ മോനെ ഇഞ്ഞു വാ മോനെ, നിങ്ങൾ 3 ഇഞ്ഞു വാ മോനെ, അല്ലേ വരും ഇരിക്കും, ഇഞ്ഞു വാ, നിങ്ങൾ 3 ഇഞ്ഞു വാ, നടന്നു വാ. ഇടേ അങ്ങോട്ട് പോകാതെ മറഞ്ഞു നിൽക്കുക, ഇങ്ങോട്ട് വരാൻ. അവനാണ് അങ്ങോട്ട് പോകുന്നത്. ഇഞ്ഞു വാ, 3 പേര് പോയി. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് കസാര ഇട്ട് തരിക, നിങ്ങളെ ബഹുമാനിക്കുകയല്ലയോ, ഇഞ്ഞു വാ. ശുചി ഇരിക്കുന്നില്ലയോ, അവിടെ അങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് പോകാനാണോ? ഇവിടെ വന്നിട്ട് ഇഞ്ഞു. ഇല്ല, ഒരുത്തന്നെ അവിടെ അങ്ങാണ്ടിരുന്നെന്ന് തോന്നുന്നു. ഉള്ള നാട്ടം അവിടെ ഇരിക്കും. ഇനി നിങ്ങളും അവിടെ അങ്ങ് ഇരിക്കും. ഇനി വരുന്നവരൊക്കെ വേണേ നിൽക്കും, എല്ലാം ഇരിക്കും. ഇങ്ങനെ നിങ്ങൾ ഇരിക്കും. ഉമ്മ കിടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് കിടന്നങ്ങ്. ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. ചാ അവിടെ അങ്ങനെ ഇരിക്കുക, ചാ കറങ്ങി നടക്കാതെ. ചാ അവിടെ ഇരിക്കാൻ നിൽക്കാനൊക്കത്തില്ല, അവിടെ എവിടെയെങ്കിലും ഇരിക്കും. നിന്നോളാന്നോ? നിൽക്കാന്നേ യോഗം തിരുവനന്തപുരം വരെ അവിടെ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. യോഗത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ലക്ഷ്യമാണ്. അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ചിലപ്പം യോജിക്കുകയല്ലായിരിക്കും. ഇനി വരുന്നവരെ അതിൻ്റെ പരുവത്തിന് അങ്ങ് ഇരുന്നോളും. അപ്പൊ ശ്രദ്ധിക്കുക, ഉത്തമഗീതങ്ങളുടെ പുസ്തകം വളരെ വിലപ്പെട്ടൊരു പുസ്തകമാണ്. ഇത് പലസ്തീനിൽ നടന്ന ഒരു സംഭവമാണ്. വേദപുസ്തക ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഈ പുസ്തകത്തിനകത്ത് പല വ്യക്തികളെ ദർശിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. 1, ഒരു ഇടയ ചെറുക്കൻ. 2, ആ ഇടയ ചെറുക്കൻ രക്ഷിച്ച ഒരു പെൺകുട്ടി. 3, അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭനും അല്ല, അക്കാലമല്ല എല്ലാ കാലത്തും വളരെ ശ്രേഷ്ഠനാകുന്ന ശലോമോൻ. 4, ഈ പെൺകുട്ടിയെ പ്രസവിച്ച ഒരമ്മ. 5, ഈ പെൺകുട്ടിയെ വളർത്തിയ ഒരു പോറ്റമ്മ. 6, അമ്മയുടെ പുത്രന്മാർ എന്നൊരു പ്രയോഗം ഈ പുസ്തകത്തിലുണ്ട്. അതിന്റെ ചരിത്രം, ഈ അമ്മയ്ക്ക് മറ്റുള്ളവർ ജനിച്ച പുത്രന്മാര്. അടുത്തത് ശലോമോന്റെ സേവകന്മാരും രാജ്ഞിമാരും യെരൂശലേം പുത്രിമാരും. ഇങ്ങനെ വിവിധ ആൾക്കാരെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒരു ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ എടുത്ത ഭാഗത്തേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പലസ്തീനിൽ നടന്നൊരു ചരിത്രമാണെന്ന.
ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ആ സ്ത്രീയുടെ മുൻകാല ചരിത്രം അനേക പരപുരുഷന്മാരുമായിട്ട് ഇടപെട്ടൊരു സ്ത്രീയാ. അതിലൊക്കെ പിള്ളേര് ജനിച്ചിട്ടുണ്ട്. അതാണ് അമ്മയുടെ പുത്രന്മാർ എന്നൊരു പ്രയോഗം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഒരു പ്രകൃതി ഇങ്ങനെ വഴിവിട്ട ജീവിതത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ ഗർഭിണിയായി പ്രസവിക്കും. ആൺകുട്ടികളാണെങ്കിൽ രക്ഷിക്കും, പെൺകുട്ടികളാണെങ്കിൽ ഉപേക്ഷിക്കും. ഒന്നെങ്കിൽ അത് ചത്തുപോകും, ഇല്ലേ ഉപേക്ഷിക്കും. ഇതാ പ്രകൃതി. അങ്ങനെ പതിവ് പോലെ ഈ സ്ത്രീ ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞു. ഈ സ്ത്രീക്ക് പ്രസവവേദന, നോവ് തുടങ്ങി ചരിത്രമാ. അപ്പോൾ അവിടെ ഒരു കുറ്റിക്കാട്ടിൽ പോയി ഈ പ്രസവം നടത്തുവാൻ ഈ സ്ത്രീ യാത്ര ചെയ്ത് പിള്ളേരെയും ചട്ടം കെട്ടി, ആൺപിള്ളേരെ. ചരിത്രമാ. അപ്പോൾ അവരോട് പറഞ്ഞെന്നാ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കണം, അമ്മ പ്രസവിക്കും, പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിക്കും, ആൺകുട്ടിയാണെങ്കിൽ എടുത്തിഞ്ഞു കൊണ്ടുവന്ന് നിങ്ങളെ പോലെ ഞാൻ രക്ഷിച്ചു വളർത്തും. ചട്ടം കെട്ടി പോയി പ്രസവിച്ചു. മലയാളം ബൈബിളിൽ എഴുതിയേക്കുന്ന നാരകത്തിന്റെ ചുവട്ടിലെന്ന ആ 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഇപ്പം വായിച്ചതിന്റെ 2-ാം ഭാഗം. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു. അപ്പോൾ മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടിൽ എന്ന, ഇംഗ്ലീഷ് ബൈബിളിൽ ചില ഇടത്തൊക്കെ കിടക്കുന്ന ആപ്പിൾ വൃക്ഷം എന്ന. അങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ അല്ലയോ? ആരുടെയും കയ്യിലില്ലേ അങ്ങനെ ആപ്പിൾ? അങ്ങനെയാണോ? ആപ്പിൾ എന്നാണോ? ഉത്തമഗീതം 8:5. മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഒന്ന് ആപ്പിൾ. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പറ്റില്ല. ആപ്പിളെന്ന് കിട്ടിയാൽ മതി. അത് മതി. ആപ്പിൾ ട്രീ. അത്രോ മതി. ഇനി അത് പറഞ്ഞ് 2 സഭയാകരുത്. നാരക സഭയും ആപ്പിൾ സഭയും അങ്ങനെയൊക്കെ ഉണ്ടാകും. നിമിഷ നേരം മതി 2 സഭ. എന്തായാലും കൊള്ളാം. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് മലയാളത്തിൽ, ഇത് ഇംഗ്ലീഷിൽ ആപ്പിൾ ട്രീ എന്ന. ആയിക്കോട്ടെ, എന്തായാലും ഒരു വൃക്ഷ ചുവട്ടിൽ നോക്കിയപ്പോൾ പെൺകുട്ടിയാ. ലിംഗനിർണയം നടത്തി. അപ്പോൾ ബോധ്യപ്പെട്ടു പെൺകുട്ടിയാ. പതിവ് രീതി പ്രയോഗിച്ചു. ഈ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ചേച്ച് ഈ അമ്മ വീട്ടിലേക്ക് പോകുന്ന ആൺകുട്ടികളോട് പറഞ്ഞു, നോക്കിക്കോണം, ഒന്നെങ്കിൽ കരഞ്ഞിയാകും, ഇല്ല ഏതെങ്കിലും ഹ്രംസ ജന്തുക്കൾ കടിച്ചോ പറിച്ചോ തിന്നും, ഇല്ലെങ്കിൽ ഉറുമ്പരിക്കും. ഇതൊന്നും കൂടാതെ ആരേലും എടുത്തോണ്ട് പോകുകയാണെങ്കിൽ വന്ന് പറയണം. ഇങ്ങനെ ഇവരെ ചട്ടം കെട്ടി, നിർദ്ദേശം കെട്ടി ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചേച്ച് ഈ അമ്മ അങ്ങ് പോയി. കരുണയില്ലാത്തൊരു സ്ത്രീയാ, അനുകമ്പയില്ലാത്തൊരു സ്ത്രീ. ഇങ്ങനത്തെ സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പരപുരുഷന്റെ കൂടെ പോകുന്ന സ്ത്രീകളുണ്ട്. നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളാന്നൊരു കരുണ പോലും ദയ പോലും ഇല്ലാതെ അവനവന്റെ സുഖം തേടി പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഒരു മാന്യ സഹോദരി വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം പരസ്ത്രീയുമായിട്ട് പരസ്ത്രീകളോട് ബന്ധമാ. വീട് അന്വേഷിക്കത്തിൽ ഒത്തിരി എല്ലാം ഒന്നും പൊതുവെ പറയാനൊക്കത്തില്ല. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുക, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താ ഞാനിതെല്ലാം സഹിക്കുന്നു. അങ്ങനെയുള്ള മാന്യ സ്ത്രീകൾ ഇതിനകത്തുണ്ട്. മക്കളെ ഓർത്ത് കുടുംബകലഹം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. അപാകതകളും ന്യൂനതകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവനവന്റെ സുഖവും താല്പര്യവും ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അങ്ങ് വേണ്ടാന്ന് വെച്ചവരുണ്ട്. ഇടയ്ക്ക് കയറി പറയാം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങള്, അങ്ങനെയുള്ള മാതാപിതാക്കളെ അമ്മമാരെയും വെറുക്കരുത്, അപ്പുറം അനാഥാലയത്തിലൊന്നും കൊണ്ടുവിടരുത്.
ചിലർക്ക് പ്രായമായി കഴിയുമ്പോൾ, അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ പൊതുവിൽ പരിചയപ്പെടുത്താനും എൻ്റെ അപ്പനും അമ്മയാന്ന് പറയാനൊക്കെ ലജ്ജയാ ചിലർക്ക്. കാരണം സൗന്ദര്യമില്ല, കഴിവില്ല, ആരോഗ്യമില്ല. ഞാൻ ഈയിടെ ഒരു കല്യാണത്തിന് പറഞ്ഞു, നിങ്ങളിപ്പം മിടുക്കരായിട്ട് ഈ പെൺകുട്ടിയും ചെറുക്കനും ഇരിക്കുന്നു, നിങ്ങൾ ഇത്രയോ സൗന്ദര്യത്തോടെ മിടുക്കോടെ ഇരിക്കുക. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും സൗന്ദര്യം പോയി. അവരുടെ സൗന്ദര്യം പോകാൻ നിങ്ങളാ കാരണക്കാര്. അവരുടെ ആരോഗ്യം പോയി, സൗന്ദര്യം പോയി. അതിന് കാരണക്കാര് നിങ്ങളാ. നിങ്ങളെ വളർത്താൻ, നിങ്ങളെ നന്നാക്കാൻ, നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ, നിങ്ങളെ സുന്ദരനും സുന്ദരിയാക്കാൻ വേണ്ടിയാ അവർ ഈ പങ്കപ്പാട് സഹിച്ചത്. അപ്പൊ അവരെ മറക്കരുത്. തിരിച്ചും മറച്ചു. എന്തായാലും ഇവിടുത്തെ ഈ സ്ത്രീയെ കരുണയില്ലാത്ത, ദയയില്ലാത്ത ഒരു സ്ത്രീയാണ്. ഇതുപോലെ കരുണയില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് വന്ന് പൊന്നച്ചായ, നിങ്ങളുടെ ഏരിയയിലും കണ്ടില്ലേ ഒരു സഹോദരി മോനെ ചുട്ടുകൊന്നത്? കുരിപ്പള്ളിയില്. മുഖത്തല്ല, പേപ്പർ ഞാൻ വായിച്ചതാ. ചുട്ടുകൊന്നു. ദൂരോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം കൊച്ചിനെ കിണറ്റിലിട്ടേച്ച് സ്നേഹിച്ചവന്റെ കൂടെ ഓട്ടോയിൽ പോയി. ഓടിപ്പോയപ്പോൾ ഓട്ടോയിൽ ഒന്ന് ഇടിച്ചു. ബാക്കി കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇവിടെ യാതൊരു കരുണയില്ലാത്തൊരു സ്ത്രീയെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചേച്ച് നടന്നു നീങ്ങി. മാന്യ മാതാക്കളും സഹോദരിമാരുമെല്ലാം എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഉടനടി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, ഇല്ലയോ? ഉണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തൂക്കം കൂടുതലുള്ള കൊച്ചാകട്ടെ, തൂക്കം കുറഞ്ഞ കൊച്ചാകട്ടെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഉടനടി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ. ഈ അമ്മ പ്രായമുള്ള അമ്മയാ. അമ്മയ്ക്ക് എൻ്റെ ഉദ്ദേശം, നോട്ടമൊക്കെ ശരിയാവുന്ന ഒരു 80 കാണാൻ സാധ്യതയുണ്ട്. എത്രയുണ്ട് അമ്മേ? 86. ചട്ടയും മുണ്ടും അവിടുത്തേക്കുന്നത് വളരെ നന്നായിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഇതൊന്നും കാണാനില്ല. വളരെ നന്നായി. ഇത് മാറ്റരുത് കേട്ടോ. ആരോഗ്യമുള്ള കാലത്തോളം ഉടുത്തോണം. നല്ല ഐശ്വര്യമുണ്ട്. അപ്പൊ ഈ അമ്മ, നമ്മുടെ ബഹുമാനപ്പെട്ട കിടങ്ങാലി പാസ്റ്ററുടെ അമ്മച്ചിയും ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ധാരാളം മാതാക്കളുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ ആൻസർ പറയും. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചാൽ ഉടനെ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. സഹോദരിമാര് പറയും എന്തുവൊക്കെയാ? എന്തായാലും വെറുതെ ഇരിക്കുകയല്ലയോ വായും പൂട്ടി, ഇതിനേലും വന്ന് വാ തുറക്കെ. പിന്നെ നാളെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ പ്രസവിച്ചെന്നുള്ള എല്ലാം അമ്മയാ ചെയ്തത്. ഞാൻ പ്രസവിച്ചു കൊടുത്തന്നേ എല്ലാം എൻ്റെ അമ്മയാ. എന്നാലും നിങ്ങൾക്കറിയാം. അത് 1-2 ആൻസർ നിങ്ങൾ പറഞ്ഞു, അത് ശരിയാ. ഒന്ന്, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പൊക്കിൾ കൊടി മുറിക്കണം. അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. 2, മിക്ക പിള്ളേരും കരഞ്ഞോണ്ടാ പിറക്കുന്നത്. കരഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ ഒക്കെ ഉണ്ട്. 3, കണ്ണിലെ പീളയും പാടയൊക്കെ വന്ന് ചിലപ്പോൾ അടിഞ്ഞിരിക്കും. അതൊക്കെ നേർമയുള്ള തുണി കൊണ്ടോ തത്തുല്യമായതുകൊണ്ട് അത് തൂത്ത് തുടച്ച് കൺപോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതൊക്കെ ചെയ്യണം. മാത്രമല്ല, നാസാദ്വാരം ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നടക്കണം. അത് പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ വയറ്റാട്ടി എന്നാ പറയുന്നത്. ഇപ്പം ഹോസ്പിറ്റലുകാരൊക്കെ അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറഞ്ഞു, ഞാൻ 14 പ്രസവിച്ചു, ആശുപത്രിയുടെ വരാന്ത പോലും കണ്ടിട്ടില്ല. അത് അന്നത്തെ കാലം. ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് അവിടെ ചെന്ന ആശുപത്രിക്കാരിങ്ങനെ നോക്കിയിരിക്കുക. ഉടനെ എന്തുവാ ഒന്ന് പരിശോധന മനസ്സിലായി പ്രഗ്നന്റ് ആയി. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഇച്ചിരി പിടിപ്പുള്ള വീട്ടിൽ. ഉടനെ പറയും സമ്പൂർണമായിട്ട് ബെഡ് റെസ്റ്റ്. കൂടെ ആര് വന്നു? ഉടനെ ഹസ്ബൻഡുണ്ട്, വിളിച്ചാട്ട്. ഉടനെ അവനോട് പറയാം, ഒരു കാരണവശാലും എങ്ങനെയാ വന്നേ? ഇങ്ങോട്ട് ഓട്ടോയിലാ വന്നേ. കാറ് പിടിച്ചോ അങ്ങോട്ട് പൊക്കോണം, ഇല്ലെങ്കിൽ ഇവിടെ ആംബുലൻസ് ഉണ്ട്, അവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ആരെ കൊണ്ടുപോകാനും.
പ്രഗ്നൻ്റ് ആയതിന് ആംബുലൻസിൽ ഉടനെ തന്നെ അവൻ വെളിയിലോട്ടിറങ്ങി. ഒത്തിരി നിർദ്ദേശങ്ങൾ അവർ, ബിസിനസ്സാണ്. ഉടനെ അങ്ങോട്ട് ഇറങ്ങി ഒരു 5 തലയണ, കാലിൻ്റെ അവിടെ, നടുവിൻ്റെ അവിടെ, പെടലിയുടെ അവിടെ, കൈ വെക്കാനൊന്ന്, ഇപ്പറേ ഒന്ന്, വീട്ടിലോട്ട് എടുത്താ കൊണ്ടിരുത്തുന്നത്. കട്ടിലേന്ന് ഒരു കാരണവശാലും ഇറങ്ങരുത്. അവനാ പല്ല് തേപ്പിക്കുന്നത്. ഉടനെ ബേസം കൊണ്ട് വെച്ച് തുപ്പിക്കോ, അവിടെ ഇരുന്ന്, എല്ലാം അവിടെ ഇരുന്ന്. കാരണം പ്രഗ്നൻ്റ് ആയി. ഓരോ മാസവും ചെന്ന് പരിശോധന ഇല്ലേ, ഞാനുള്ള കാര്യമായി പറയുന്നത്. ഉടനെ പരിശോധനയ്ക്ക് എല്ലാവരും മരുന്നാ, ഇതിനെല്ലാം ഓരോന്നാ. കുഞ്ഞ് ചരിഞ്ഞിരിക്കുന്നു, കളറ് മാറുന്നു, എന്തല്ല എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ മഴവില്ലല്ലേ കൊച്ച്, കളറ് മഴവില്ലല്ലേ 7 കളറ് ഓരോ മാസവും. ഒന്നും ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ബിസിനസ്സാ. അവിടെ നിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞ വേറെ ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞ ഈ അമ്മ കരുണയില്ലാത്ത അമ്മയാ. ഇതിന്റെ നാസാദ്വാരം, ശ്വാസോച്ഛ്വാസം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കണ്ണ് തുറക്കുകയോ പീളയടഞ്ഞത് മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഉപ്പ് തേക്കും, ഉപ്പ്. ഇപ്പൊ പിന്നെ ഉപ്പല്ല, ക്രീമും ഒക്കെയാ തേക്കുന്നത്. എന്തുവാന്ന് എനിക്കറിയാൻ മേല. അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് കരയണം, പല കാര്യങ്ങളാ. അപ്പൊ ഈ അടിയന്തരമായി ചെയ്യേണ്ട ശുശ്രൂഷകള്, തുണിക്കകത്ത് ഇതിനെ പൊതിഞ്ഞ് എല്ലാം തൂത്ത് തുടച്ച് വെടിപ്പാക്കി എടുക്കണം. അപ്പൊ ഞാൻ പണ്ടൊരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരി യോഗം കഴിഞ്ഞപ്പം പ്രായമുള്ള ഒരു അമ്മ വന്ന് ചോദിച്ചു, നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത്, അള്ളയെ ഞാനിതൊന്നും ചെയ്തതല്ല. പിന്നെ എങ്ങനെ ഇത്ര ഇത്? ഞാൻ പറഞ്ഞു, ഞാൻ വേദപുസ്തകം വായിച്ചപ്പോ കണ്ടതാ. വായിച്ചേ, യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചേ. യെഹെസ്കേൽ 16-ന്റെ 2 മുതൽ വായിക്കുമോളെ. മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് ഓടിച്ചു വായിച്ചോ, അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. പിന്നെ നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. പിന്നെ നിന്റെ അമ്മ അപ്പൻ അമോര്യനും അമ്മ ഹിത്യ സ്ത്രീയുമത്രേ. അടുത്ത വാക്യം, നിന്റെ ജനന വസ്തുതയോ. നിന്റെ ജനന വസ്തുത. അപ്പൊ ഇതാ ജനന വസ്തുതയോ. ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല. അപ്പൊ പൊക്കൽ കൊടി അത് മുറിക്കണം. പിന്നെ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു എന്ന് പറഞ്ഞ വെടിപ്പാക്കണം. തൂത്ത് തുടച്ചൊന്നെങ്കിൽ കുളിപ്പിച്ചല്ലേ വെടിപ്പാക്കി തൂത്ത് തുടച്ച് ക്രമപ്പെടുത്തണം. പിന്നെ ഉപ്പ് തേച്ചില്ല. ഉപ്പ് പണ്ട് ഉപ്പാ, ഇപ്പൊ ക്രീമാ. ഇത് തേച്ചിട്ടില്ല. പിന്നെ തുണി ചുറ്റിയതുമില്ല. തുണി ചുറ്റിയത്. അപ്പൊ ഇതൊക്കെ പ്രസവ സമയത്ത് ഉടനെ ചെയ്യേണ്ട നടപടിക്രമങ്ങളാ. അതുകൊണ്ടല്ലയോ നമ്മുടെ മിശിഹാ തമ്പുരാനെ പ്രസവിച്ച് എങ്ങും ഇടമില്ലാതെ വന്നപ്പോൾ അവൻ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി അവൻ ശീലകൾ ചുറ്റി. അങ്ങനല്ലയോ നമ്മൾ വായിക്കുന്നത്. ദൂതന്മാരങ്ങനാവെന്ന് പറഞ്ഞത്. ശീലകൾ നിങ്ങൾക്ക് അടയാളമോ? അട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. അട്ടിടയർ കൂട്ടമായി വന്ന നേരം അവൻ കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാ കിടപ്പും കണ്ടു ഞാൻ ഭമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ട നടപടിക്രമങ്ങളാ. ഞാൻ മുൻപോട്ട് പോകട്ടെ, വേറൊരു വിഷയത്തിലേക്ക് വരേണ്ടത് കൊണ്ട് അധികം നിന്ന് പറയുന്നില്ല. ഈ അമ്മ പെറ്റതല്ല, ഇതൊന്നും ചെയ്തില്ല. കരുണയില്ലാത്ത, ആർദ്രതയില്ലാത്ത, അനുകമ്പയില്ലാത്ത, മനസ്സലുമില്ലാത്ത ഒരു പെറ്റതല്ല. കൊച്ചിനെ ഉപേക്ഷിച്ച് ജീവന് പോയി. മറ്റ് പുരുഷന്മാര്, അമ്മയുടെ പുത്രന്മാര് നോക്കി നിൽക്കുന്നുണ്ട്. തള്ള പറഞ്ഞത്, ഒന്നെങ്കിൽ കരഞ്ഞിയാകും, ഇല്ലേ ഉറുമ്പരിക്കും, ഇല്ലെങ്കിൽ ദുഷ്ടജന്തുക്കൾ ഈ രക്തത്തിന്റെ മണമടിച്ച് വന്ന് ഇതിനെ പിച്ചി ചീന്തി കൊന്നോളും. പക്ഷേ എതിർച്ചയാ. ആ സമയത്ത് ആടിനെ തീറ്റുന്ന ഒരു ഇടയച്ചെറുക്കൻ ആടിനെ ഇങ്ങനെ തീറ്റി ആ മലഞ്ചെരിവ് കൂടെ വരിക. പലസ്തീൻ ആ പശ്ചാത്തലം. അപ്പോൾ ആടിനെ തീറ്റി ഇങ്ങനെ വരുന്ന വേളയിൽ എന്റെ ഭാവനയാ, ആടുകളല്ല ഇങ്ങനെ ചെമ്മരിയാടും കോലാടും ഉണ്ട്. അങ്ങനെ ആണല്ലോ ആ ചെമ്മരിയാടും കർത്താവ്. അതുകൊണ്ടൊക്കെയാ പറഞ്ഞ് 2 ഇനം ആടുണ്ട്, ചെമ്മരിയാടും. 2 തമ്മിൽ ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും
ചെല്ലും നിത്യത മണവാട്ടിയുമാ യുഗയുഗമാണിടുവാൻ ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും. ചെല്ലും നിത്യത മണവാട്ടിയുമാ യുഗയുഗമാണിടുവാൻ പുതുയുഗ പുലരിയും പുതുഗാനത്തിൻ ഈരടികൾ കാറായി. പുതുയുഗ പുലരിയും പുതുഗാനത്തിൻ ഈരടികൾ ഈരടികൾ കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറാ. അപ്പോൾ ഈ മലഞ്ചെരുവിൽ കൂടെ ആടുകളെ തീറ്റുന്ന ഇടയ ചെറുക്കൻ ആടിനെ തീറ്റി മുമ്പോട്ട് പോകുകയാണ്. അപ്പോൾ മുന്നേ വരുന്ന ആട്, ഇടയൻ ഏറ്റവും പുറകിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ മുന്നിൽ വന്ന ആട് ചരിത്രമാ പകച്ചു നിന്നു, പകച്ച് ആട് നിൽക്കുക. അപ്പോൾ പുറകെ നിന്ന് ഇടയന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. ആടിനെ വകഞ്ഞു മാറ്റി ഇടയച്ചെറുക്കൻ മുമ്പോട്ട് വന്നപ്പോൾ ചോരയിൽ പൊതിഞ്ഞ് കരഞ്ഞ് ആവതില്ലാതെ മരണവക്ത്രത്തിൽ അകപ്പെട്ട ഒരു ചോരക്കുഞ്ഞ്. എൻ്റെ ഒരു ചെറിയ ഭാവനയും വചനത്തിന്റെ ചില കാര്യവും ചരിത്രവും കൂടെ ചേർത്താ പറയുന്നത്. ഈ ചോരക്കുഞ്ഞിനെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. ആടും പകച്ചു നിൽക്കുന്നു. അപ്പോൾ ഇടയ ചെറുക്കൻ കരുണയുള്ള ഇടയ ചെറുക്കനാ, മനസ്സിലുണ്ട്, ദയമുള്ളവനാ. പെട്ടെന്ന് ഈ ചോരക്കുഞ്ഞിനെ എടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുമ്പെട്ടപ്പോൾ എന്റെ ഭാവനയാ പുറകിൽ നിന്നൊരു ശബ്ദം. ആ ശബ്ദം മറ്റൊന്നുമല്ല, കർക്കശമായൊരു ശബ്ദം, തൊടരുത്. കാരണം ഇടയ ചെറുക്കൻ യഹൂദനാ. യഹൂദന് പ്രമാണമുണ്ട്, ഇങ്ങനെയുള്ള രംഗങ്ങളിലൊന്നും പോയി തൊടുകയോ അടുക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. ന്യായപ്രമാണം വിലക്കുന്നുണ്ട്. ന്യായപ്രമാണം വിലക്കി തൊടരുത്. പക്ഷെ ഈ കുഞ്ഞിന്റെ കിടപ്പും ഈ മരണപത്രത്തിൽ അകപ്പെട്ട് മരിക്കാൻ പോവുക. കരഞ്ഞ് ആവതില്ല. പക്ഷെ കിടപ്പ് കണ്ട് മനസ്സലിഞ്ഞു. പക്ഷെ എടുക്കാൻ ചെന്നപ്പോൾ ന്യായപ്രമാണം നിന്ന് വിലക്ക, തൊടരുത്. ഇന്നും അങ്ങനെ ഈ പ്രമാണം വിലക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് പറയുന്നതിനൊക്കെ ശൈലി കൊണ്ട് തൊടരുത്, ട്യൂണില്ല, പറയത്തില്ലേ പോകരുത്. എവിടെ യോഗത്തിന് പോകരുതെന്ന് ഉടനെ അവര് പറഞ്ഞു. ഞങ്ങൾ പോയി. ഉടനെ പോയെങ്കിൽ കുഴപ്പമില്ല, കൈ പൊക്കരുത്. ഇവര് രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാലും വിശ്വാസി പറഞ്ഞു, ക്രൂശിന്റെ വചനം കേട്ടപ്പം പാവത്തിന് വേണ്ടി മരിച്ച യേശുവിൻ്റെ തിരുമരണവും തിരുരക്തം ചിന്തിയത് ഒക്കെ മനസ്സിലായപ്പോൾ കൈ പൊക്കി. ഉടനെ ന്യായപ്രമാണം, മുങ്ങരുത്. ഉടനെ അവർ പറഞ്ഞു, വചനമെല്ലാം കേട്ടപ്പോൾ അങ്ങ് മുങ്ങി. സത്യവിധ ഉടനെ എടുത്തത്, മുങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല, ഞായറാഴ്ച അവരുടെ സഭായോഗത്തിന് പോകരുത്. അന്നേരം ഇവര് പറഞ്ഞു, അങ്ങ് പോയി. തിരുമേശയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആരാധനയായിരുന്നു. ഉടനെ അടുത്തത്, അത്യാവ വിശ്വാസികളെ നിങ്ങളാരും ഊരരുത്. ഏതാ ഒന്നും മനസ്സിലാകുന്നില്ലല്ലയോ? ആട്ടെ, ഇത്രയും മതി, ഗുണമാകാനാണ് ഇത് മതി. അന്നും ഇന്നും എന്നും ഈ ന്യായപ്രമാണം പുറകെ നിന്ന് വിലക്കുക. തൊടരുത്, ചെല്ലരുത്, കരമുയർത്തരുത്, മുങ്ങരുത്, ഊരരുത്, ആരാധിക്കരുത് എന്നെല്ലാം കാരണം ന്യായപ്രമാണത്തിന്റെ ഒരു പ്രകൃതി നമുക്കറിയാമല്ലോ. ഇത് കൊല്ലുന്ന ശുശ്രൂഷയാണ്. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാ, ആത്മാവിൻ്റെതല്ല.
അതുകൊണ്ടില്ലയോ രൂത്തും നവോമിയും കൂടെ ബേത്ലഹേം വരെ നടന്നു. മോവാബിൽ നിന്ന് നടന്ന് ബേത്ലഹേമിൽ വന്ന് ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഭാഗ്യവശാ ബോവസിന്റെ വഴിയിൽ പെറുക്കാൻ പോയി ബോവസ് തിരിച്ചറിഞ്ഞു. പിന്നെ ബോവസ് കളത്തിൽ യവൻ തൂറ്റുന്നു. ഇവള് കുളിച്ച് വസ്ത്രമൊക്കെ മാറി കളത്തിൽ പോയി. ചുരുക്കി പറഞ്ഞാൽ ബോവസ് ഇവളെ തിരിച്ചറിഞ്ഞു. ഇവളെ വീണ്ടെടുക്കുവാൻ പദ്ധതി കിട്ടും. അപ്പോൾ യഥാർത്ഥ വീണ്ടെടുപ്പുകാരൻ ഒരുത്തനുണ്ട്. അതുകൊണ്ട് ബോവസ് അവനോട് ചോദിച്ചു, നമ്മുടെ എലീമേലെക്കിന്റെ കുടുംബമൊക്കെ മോവാബിൽ പോയി, അങ്ങേരും ആമ്പിള്ളേരും മരിച്ചു, ആ നവോമിയും ഒരു മരുമകള് വിധവ പെൺകുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണം അനുസരിച്ച് നീയാണ് യഥാർത്ഥ വീണ്ടെടുപ്പുകാരൻ, അവനാ ശരിയായ വീണ്ടെടുപ്പുകാരൻ. അത് അവളെ വീണ്ടെടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വീണ്ടെടുക്കാം. നിനക്ക് ഒക്കുക അല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. നിന്റെ ഒറിജിനൽ ആള് നീ എടുക്കണം, വീണ്ടെടുക്കണം. നിലവും നവോമിയൊക്കെ വീണ്ടെടുക്കണം. അപ്പം നീ അതിന്റെ യഥാർത്ഥ ആള്. നിനക്ക് ഒക്കത്തില്ലെങ്കിൽ എന്നോട് പറയണം. ബോവസ് പറയാ, അങ്ങനെയാണെ ഇവൻ പറഞ്ഞു ഞാൻ വീണ്ടെടുക്കാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ബോവസ് ചേർത്ത് പറഞ്ഞു, പിന്നെ അങ്ങനെ വീണ്ടെടുക്കുന്ന ആണ്ടാ മോവാബി സ്ത്രീ രൂത്തുമുണ്ട്, അവളെയും കൂടെ. അന്നേരം പറഞ്ഞു, അത് എന്നെ കൊണ്ട് ഒക്കുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വീണ്ടെടുപ്പ് എന്നെ കൊണ്ട് ഒക്കത്തില്ല. നിങ്ങളൊന്ന് വായിച്ചേ, 4-ാം അധ്യായത്തിന്റെ 1 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ മോളെ. എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. അടുത്ത വാക്യം. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നു. ബോവസ് പറഞ്ഞു യഥാർത്ഥ വീണ്ടെടുപ്പ്, അവനാ പ്രധാനപ്പെട്ടയാള്. ബോവസ് പറഞ്ഞ വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ട് എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കാന്ന് യഥാർത്ഥ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞു. അടുത്തത്, അവൻ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അവൻ വന്ന് ബോവസിന്റെ അടുക്ക വന്നിരുന്നു. അടുത്തത്, പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെയും 10 പേരെ വരുത്തി ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. നിങ്ങളും വന്ന് ഇവിടെ ഇരിക്കുക, കാര്യം പറയാൻ പോകും. അടുത്ത വാക്യം. അവരും ഇരുന്നു. അപ്പോൾ ആ വീണ്ടെടുപ്പുകാരനോട് ബോവസ് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോടൊന്ന് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. അടുത്ത വാക്യം. നീയും നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. പ്രധാനയാള് നീയും നീ കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ, അല്ലാതെ വേറെ ആരുമില്ല. അടുത്ത വാക്യം. അതിന് അവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ ബോവസ് നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും രൂത്തിനെയും കൂടെ വാങ്ങണം. അടുത്ത വാക്യം. അതിന് വീണ്ടെടുപ്പുകാരൻ പറഞ്ഞത്, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയത്തില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാകേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക. ദൈവത്തിന്റെ മകൻ ഇതിനകത്തൊരു വലിയ സത്യം കിടക്കുന്നത്. ആമേൻ. ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ ന്യായപ്രമാണമാ. രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു, നല്ല ബോവസ്. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് നിവർത്തിക്കാനും വീണ്ടെടുക്കുവാനാ സാക്ഷാൽ വീണ്ടെടുപ്പുകാരനാകുന്ന യേശു ക്രിസ്തു രംഗത്ത് വന്നത്. അപ്പൊ ന്യായപ്രമാണം അന്നും ഇന്നും എല്ലാം നിന്ന് വിലക്കുക. സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യ അല്ലൽ കൂടാതെ തന്റെ തുല്യ ഇല്ലാത്തതയ്ക്കുള്ളിൽ കടത്തി പുതുവുള്ളം പകർന്നാനവൻ ദേവജന സമാജമേ, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. അത് ഓടിച്ചു പറയാം. അങ്ങനെ ഈ ന്യായപ്രമാണം നിന്ന് വിലക്കുക. തുടരുത്, എടുക്കരുത്, അവൻ അത് അടുത്തോട്ട് ചെല്ലരുത്. എന്നാൽ അവൻ ന്യായപ്രമാണം തുടരുത്, അടുക്കരുത്, എടുക്കരുത് എന്നൊക്കെ വിലക്കിയപ്പോൾ കൃപയുടെ പ്രമാണം ഈ ചോരക്കുഞ്ഞിനെ താങ്ങിയെടുത്തു.
എൻ്റെ ഭാവനെ ആ താങ്ങിയെടുത്ത് ചോരയെല്ലാം തുടച്ച് ഒപ്പി വൃത്തിയാക്കി എൻ്റെ ഭാവനെ ആ കവളത്ത് മുത്തമൊക്കെ ഇട്ട് ഇടയ ചെറുക്കൻ ഈ കുട്ടിയെ അമ്മയുടെ അടുക്ക കൊടുത്തു. പോറ്റമ്മയുടെ അടുക്ക കൊടുത്തേച്ച് പറഞ്ഞു, ആരോരുമില്ലാതെ ആ കാട്ടിക്കിടന്നത് ചാകാറായതാ, ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു, ഞാൻ രക്ഷിച്ചതാ, ഈ കുഞ്ഞിനെ വളർത്തണം, ഇവക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, പെൺകുട്ടിയാ വേണ്ടതെല്ലാം കൊടുക്കണം, നന്നായിട്ട് വളർത്തണം, മിടുക്കിയാക്കണം, മിടുമിടുക്കിയാക്കണം, സുമുഖിയാക്കി സുന്ദരിയാക്കി കഴിയുമ്പോൾ ഞാനിപ്പോ പോകുക, ഞാൻ തിരിച്ചു വന്ന് ഇവളെ വേളി ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഈ ഇടയ ചെറുക്കൻ അങ്ങ് ഓടി മറഞ്ഞെന്ന ദൈവത്തിന് മഹത്വം. അന്ന് മുതൽ ഈ അമ്മ ഈ ആരോരുമില്ലാതെ ആമ കൈ കെട്ടിയ ഈ കുഞ്ഞിനെ വളർത്തി. അമ്മ, പോറ്റമ്മ. അമ്മമാർക്കറിയാവില്ല പിള്ളേരെ എങ്ങനെ വളർത്തണ്ടെന്ന്. അപ്പന്മാരെക്കാളും ഒത്തിരി പിള്ളേരുടെ വളത്തിന് കഷ്ടപ്പെടുന്നതൊക്കെ അമ്മമാരാ. ഞാനെപ്പോഴും പറയും, അപ്പം കിടന്നുറങ്ങുമ്പോഴും അമ്മ ഉറക്കം വിളച്ചിരുന്ന് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കും. ഇപ്പോഴല്ല, പണ്ടൊക്കെ അങ്ങനെ. ഇപ്പം പിന്നെ എല്ലാവരും 50-50 പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അമ്മമാരൊക്കെ അനുഭവസ്ഥരാ. ഇന്നല്ലേ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കുന്തമെല്ലാം കൊണ്ട് ഒട്ടിക്കുന്നത്, പേരും മറന്നുപോയല്ലോ. ആട്ടെ, അന്നൊക്കെ കച്ചമുറിയോ വെള്ളത്തുണിയൊക്കെ കീറി എടുത്തതിൻ്റെ പരുവത്തിനാക്കി അതെല്ലാം കഴുകി. പണ്ടൊക്കെ പാളയാ, രാത്രി കുഞ്ഞു മൂത്രം ഒഴിക്കുന്ന പിന്നെ ഛർദ്ദിക്കുന്ന ഒക്കെ തുണി ഇങ്ങനെ പാളയ്ക്കകത്ത് വെക്കും. രാവിലെ ഇതെല്ലാം ഒരു ജോലിയാ. അത് ഇങ്ങനെ വിരിച്ചിടുമ്പോൾ അറിയാം ഈ വീട്ടിൽ കൊച്ചുണ്ടെന്ന്. ഇപ്പം അത് കൊച്ചുണ്ടോ വലുതുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പം കരയുന്നതും കേൾക്കുന്നില്ല. അമേരിക്കയിലും ഒക്കെ കൊച്ചു കണ്ട മോന്ത് ഇവിടെ കൊണ്ടൊരു കൂന്തം വെക്കുമല്ലോ. എന്തുവാ അതിന് പറയുന്നത്? ഇങ്ങനെ നിബിള് പോലെ എന്തുവാ അതിന് പറയുന്നത്? എനിക്ക് തന്നെ എന്തുവാ അച്ഛാ പറയുന്നത്? ഇങ്ങനെ കൊണ്ടൊരു സാധനം വെക്കും. എനിക്ക് ഇംഗ്ലീഷ് ഭാഷമില്ല. ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് മിണ്ടാൻ പോലും മുഖപ്പട്ട, അതാ നല്ലത്. പണ്ടൊക്കെ പിള്ളേരുള്ള വീട് അറിയാം. അപ്പൊ അമ്മമാരെ ഒത്തിരി കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളെ വളർത്താനേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ രാത്രി കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുകയോ പനിയോ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട്, അമ്മ ഉറങ്ങത്തില്ല. അപ്പന്മാരെ ചില അമ്മമാര് ശല്യപ്പെടുത്തും. കാരണം പറമ്പിലെ ജോലിയോ മറ്റു ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നതാ അമ്മമാരെ ഒത്തിരി കഷ്ടപ്പെടുന്നത്. അവരെ ശല്യപ്പെടുത്തുക. ഇന്ന് അങ്ങനല്ലല്ലോ. ഇന്ന് കൊച്ചെ ഒന്ന് അപ്പിയിട്ടു ഉടനെ തന്നെ കുഞ്ഞപ്പോണ്ണെ അതെല്ലാം കൂടെ വലിച്ചു പറിച്ചു കളഞ്ഞു വെച്ച് ഭർത്താവിനെ ഇന്ന് പിടിച്ച് ഉടനെ അവനെ ഇങ്ങനെ നിൽക്കുക. ഞാൻ കണ്ട കാര്യമായി, എവിടാന്നൊന്നും ചോദിക്കരുത്. ഇങ്ങനെ ഉടനെ അവള് ഹലോ, അവിടെ അമ്മ വിളിച്ചു, മമ്മി എന്നാ ഉണ്ട് വിശേഷം? പിന്നെ കുഴപ്പമില്ല ഞാനുണ്ട്. അവൻ നിൽക്കുക, താഴെ ഇടാൻ പറ്റുമോ, എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അവൾ അന്നേരം പോണുമായിട്ട്. ഇത് എൻ്റെ കണ്ണിന് കണ്ട കാര്യം, എവിടാന്നൊന്നും ചോദിക്കരുത്. 10-15 മിനിറ്റ്. പിന്നെ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, കൊച്ചിനെ നീ വെള്ളം എടുത്ത് കഴുകുക, അവളിപ്പം വരുമെന്നൊന്നും തോന്നുന്നില്ല, നീ ഇങ്ങനെ അല്ലേ റിലേ ഓടുന്നത് പോലെ. അപ്പൊ അമ്മമാർക്ക് ഒത്തിരി കഷ്ടപ്പാടാ. അപ്പൊ ഈ അമ്മയ്ക്ക് അറിയാം കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം. ഇത് പെൺകുട്ടി ആയതുകൊണ്ട് അമ്മ ചെറുപ്പത്തിലെ ശിക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അതെല്ലാം അമ്മ കൊടുത്ത് വളർത്തി ഇവളെ മിടുക്കിയാക്കി സുമുഖിയാക്കി. ചുരുക്കി പറഞ്ഞാൽ ഇവള് ആ ദേശത്തെ ഏറ്റവും സൗന്ദര്യത്തിന്റെ ഒരു തിടമ്പായി തീർന്നു. അവിടെ സൗന്ദര്യത്തിന്റെ ഒരു വിശേഷത 6:10 വായിച്ചു. 6:10 ഒത്തിരി ഉണ്ട് വായിക്കാനെങ്കിലും വിശേഷമായ രീതിയിലൊന്ന് വായിച്ചേ. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളവരിവളാ. ആ പരുവത്തിന് വളർത്തിയെടുത്തു, മിടുമിടുക്കിയാക്കി. എല്ലാ ഭാഗവും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മിടുക്കിയാക്കിയപ്പോൾ അവിടുത്തെ രാജാവായ ശലോമോൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, കണ്ടു, അവന് ഇഷ്ടമായി. അവനെ അറിയാമല്ലോ, മുമ്പേ വായിച്ചല്ലോ. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പുള്ളിക്കത് വലിയ ആഗ്രഹമുള്ള ആളാ, ഇങ്ങനെയുള്ള സ്ത്രീകളെ വശീകരിച്ചു കൊണ്ടുവരിക. ഈ പെൺകുട്ടിയെ വശീകരിക്കാൻ ഇവൻ പിടിച്ചോണ്ട് വന്നു. പക്ഷെ ഇവള് ശലോമോന്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ല. അപ്പോൾ ശലോമോന്റെ വെപ്പാട്ടിമാരും രാജ്ഞിമാരും യെരൂശലേം പുത്രിമാരും എല്ലാം ശലോമോനെ പറ്റി അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. നിനക്കറിയത്തില്ല, നിന്റെ ഭാഗ്യം കൊണ്ടായി കൊട്ടാരത്തിൽ
വന്നത്. ഇതുപോലെ ഒരവസരം ഇനി നിനക്ക് കിട്ടുകയില്ല. ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ പട്ടമ കൃഷിയാകാൻ എന്തും വേണ്ട ഫാസ്റ്റിംഗ് പ്രയർ എടുത്തെന്ന് അറിയാമോ? നിനക്ക് ഇതൊന്നുമില്ലാതെ നിനക്ക് അസുലഭ സമയങ്ങളാ, നീ അത് തള്ളിക്കളയരുത്. ഇപ്പൊ നമ്മുടെ ആത്മീക ലോകത്തും അങ്ങനെ ഇതൊരു വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് ഒരു സ്ഥാനം കിട്ടാൻ, ഒരു മാനം കിട്ടാൻ, അത് തട്ടിക്കളയരുത്. എന്തെല്ലാം വശീകരണ വാക്കുകളാ പറയുന്നേ. ഞാൻ ആ ഭാഗം ഒന്നും അധികം വിവരിക്കുന്നില്ല. ഞാനൊരു വ്യാഖ്യാനം ഒന്ന് പറയുക. അത് പറഞ്ഞ എടുത്ത ഭാഗത്തേക്ക് വരാൻ പോവാ. ഒന്നും ഈ ഭാഗം പ്രസംഗിക്കുന്നില്ല. ഈ പെൺകുട്ടി, ഈ പോറ്റമ്മ, ഈ പെറ്റമ്മ, ശലോമോൻ, ഇടയച്ചെറുക്കൻ, അത്രോ മതി. ഇപ്പം ഈ വീട്, ഇതിന്റെ വ്യാഖ്യാനം ന്യായമായ ബുദ്ധി പ്രയോഗിക്കുമ്പോൾ അറിയാം. ദൈവത്തിന് മഹത്വം. ഈ പോറ്റമ്മ അല്ലെങ്കിൽ പെറ്റമ്മ, രണ്ടമ്മമാരാ. പെറ്റമ്മ ആരെന്ന് ചോദിച്ചാൽ നാം നേരത്തെ നിന്ന സ്ഥലമാണ്. ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ നേരത്തെ എവിടെ നിന്നോ ആ സ്ഥലമാ പെറ്റമ്മ. അതിന് ഒരു കരുണയില്ലായിരുന്നു, ഒരു ദയയില്ലായിരുന്നു. വീട്ടിൽ സമാധാനമില്ല, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ആശ്വാസമില്ല. എവിടെ ചെന്നാൽ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് മരണവക്ത്രത്തിൽ അകപ്പെട്ട് കിടന്ന എന്റെയും നിന്റെയും അവൻ കരുണയില്ലാതെ തട്ടിമാറ്റിയച്ച് പോയതാ പെറ്റമ്മ. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, വ്യാഖ്യാനിക്കേണ്ട, സാക്ഷാൽ ഇടയനാകുന്ന, ശ്രേഷ്ഠ ഇടയനാകുന്ന, അവൻ നസറായനാകുന്ന യേശു ക്രിസ്തു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ എന്നെ നിന്നെ കോരിയെടുത്ത നസറായൻ. ഈ പോറ്റമ്മ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാ, പോറ്റമ്മ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഈ വീട് ഏതെന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനമൊക്കെ ചേർത്ത് പഠിച്ചാൽ ദൈവസഭയാകുന്ന വീട്. ഈ വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉണ്ട്. കാരണം കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 14:26 പഠിക്കുമ്പോൾ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നാം കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഈ വീട്ടിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഈ പോറ്റമ്മ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഏതാ? സകല സത്യത്തിലും വഴി നടത്തുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ഈ പെൺകുട്ടി ആരാണെന്ന് ഇനി ഞാൻ പറയണ്ട. പെൺകുട്ടിയാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മളായി പെൺകുട്ടി. കരഞ്ഞ് ജീവൻ പോകാറായി ആമ മരണഭക്തരത്തിൽ അകപ്പെട്ട ഞാനും നീയുമായി പെൺകുട്ടി. പോറ്റമ്മയാകുന്ന പരിശുദ്ധാത്മാവ് ദൈവസഭയാകുന്ന ഭവനത്തിൽ കൊണ്ടുവന്ന് ആവശ്യമാകുന്ന ഉപദേശങ്ങളെല്ലാം തന്ന് നമ്മളെ വളർത്തി ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നു. എന്നാൽ ഈ അനുഭവത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ഈ കൂട്ടായ്മയിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റി ലോക ഇമ്പത്തോട് ചേർത്ത്, ലോകമോഹങ്ങളോട് ബന്ധിപ്പിച്ച്, ലോകക്കാരെ പോലെ നിന്നെ കൊണ്ട് മുടിച്ചു കളയുവാൻ ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോൻ അത് വശീകരണ ശക്തികളുമായി വരുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ശലോമോന്റെ വശീകരണ വലയത്തിലൊന്ന് ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത്. ദൈവത്തിന് മഹത്വം. 2 കാര്യം പറഞ്ഞ ഭാഗംപെടാ, ഒത്തിരി ഉണ്ട്. 2 കാര്യം. ശലോമോൻ ഒത്തിരി കാര്യം കാണിച്ച് വശീകരിച്ചു. ആദ്യം കാണിച്ചത് പുള്ളിയുടെ പള്ളിയറയാ. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ മോള്. 1:4. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും, നിന്റെ പ്രേമത്തെ വീഞ്ഞിനെ. ഈ പെൺകുട്ടിയെ പിടിച്ചു വലിച്ചടച്ച് നിർബന്ധത്താൽ ശലോമോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പള്ളിയറ. അപ്പൊ പള്ളിയറക്കകത്ത് ഇവള് കിടക്കുമ്പോഴും എന്റെ ഭാവനയാ, ശലോമോന്റെ ഒരുക്കിയിരിക്കുന്ന മെത്തയോ പരവതാനിയോ ഇതൊന്നും ഈ പെൺകുട്ടിക്ക് വിഷയമല്ല. അവള് ആ പള്ളിയറക്കകത്തിരിക്കുമ്പോഴും, എന്റെ ഭാഷയാ, ആ പള്ളിയറയുടെ കിളിവാതിൽ തുറന്ന് വെളിയിലോട്ട് നോക്കുക. എന്താണെന്നറിയാമോ? തന്റെ ഇടയച്ചെറുക്കൻ വരുന്നുണ്ടോന്ന് നോക്കി. പോറ്റമ്മ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഇങ്ങനെ രക്ഷിച്ച് ആക്കി ഇടയച്ചെറുക്കനുണ്ട്, ഒരു ദിവസം അവൻ വരും, നിന്നെയും കൊണ്ട് അവൻ പോകും. അവള് പള്ളിയറക്കകത്ത് കിടക്കുമ്പോഴും പള്ളിമെത്തയോ പള്ളിക്കട്ടിലോ ഒന്നും അവക്ക് വിഷയമല്ല. ആ കിളിവാതിൽ കൂടി കിടന്നവള് പറയുന്ന ഒരു പദമുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 3 മുതൽ വായിച്ചു.
നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. അപ്പോൾ ശലോമോന്റെ പള്ളിയറയ്ക്കകത്ത് ഇവിടെ കിടക്കുമ്പോഴും അവൻ ശലോമോന്റെ ഈ പള്ളിയറയും പ്രൗഢിയും പത്രാസും ഒന്നും ഇവിടെ അവൻ അത് പിടിച്ച് വശീകരിച്ചില്ല. ഇവൾ അവിടെ കിടന്നുകൊണ്ട് കിളിവാതിൽ തുറന്നു വെച്ച് പറയുക, എന്റെ പ്രിയനെ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നില്ല. എനിക്ക് ഈ പള്ളിയറയല്ല വിഷയം, എനിക്ക് നിന്റെ പിന്നാലെ വരുന്നതാ ഇഷ്ടം. ഒരുവനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഇത് ഈ പരിശുദ്ധാത്മാവാകുന്ന അമ്മ ഈ ദൈവസഭയാകുന്ന വീട്ടിൽ ഇവളെ നന്നായി പഠിപ്പിച്ചു. ഞാനോ നിങ്ങളോ വല്ല വരുന്ന ശലോമോന്റെ പള്ളിയറെ കയറി വെച്ച് അവിടുത്തെ ഫോട്ടോ മുഴുവൻ എടുത്ത് നാട്ടുകാരെ മുഴുവൻ, അമ്മാമ്മയെ ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നു, ഇതൊന്നും ഞാൻ ചിന്തിച്ചതോ പ്രതീക്ഷിച്ചതോ ഒന്നും അല്ല. ഇത്രയ്ക്ക് മാന്യത ദൈവം എനിക്ക്. ഇതാണ് ശലോമോന്റെ മെത്ത, ഇതാണ് കട്ടില്, ഇതാണ് ഇതിന്റെ പരവതാനി. ഉടനെ മറ്റു സഹോദരിമാർ, ഏതായാലും സൂസമ്മേ ദൈവം നിന്നെ മാനിച്ചല്ലോ, നീ ഒത്തിരിയും കഷ്ടം അനുഭവിച്ചത്, അതിൻ്റെ അടി എങ്ങനെയുണ്ട്? എല്ലാവരുടെയും കാര്യമല്ലെങ്കിൽ ചിലരുടെ കാര്യമാണ്. ചിലർ കാനഡയിലും അമേരിക്കയിലും ഒക്കെ, ചിലർ, എല്ലാവരും അല്ല, ചിലരുടെ കാര്യമാണ്. നമ്മൾ പറയലോ പിള്ളേർ കൊണ്ടുപോയത് ഗുണം പിടിപ്പിക്കാനൊന്നുമില്ല, കൊച്ചുങ്ങളെ നോക്കാൻ കൊണ്ടുപോയതാണ്. അവിടെ കിടന്ന് കഷാക്കിയ കാനഡ തണുപ്പും എല്ലാം പിടിച്ച് ചെവിക്കകത്തും പഞ്ഞി വെച്ച് കാലേ സോക്സ്, കയ്യിൽ സോക്സ്, അവസാനം തൊപ്പിയല്ലേ 2 കിടുത്ത മാത്രമുണ്ട്. തള്ളയ്ക്ക് മുറിയിൽ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ നമ്മൾ പറയുക ദൈവം മാനിച്ചെന്ന്. അല്ല അവിടെ കിടന്ന് കിടുകിടാന്നടിക്കുക, അതാണ് പഠിച്ച്. ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ, വെളിയിലോട്ട് ഇറങ്ങി ആരില്ല കൊച്ചമ്മ എന്നെ ഇവിടെ നിൽക്കുന്നെങ്കിലും ചോദിക്കും. കാനഡയിൽ ഏത് തായ്പ ചോദിക്കാനാ കൊച്ചമ്മയെന്ന്. ഇവിടാണ് നമുക്ക് അലയൊരുത്തോട്ട് ഓട്ടോ പിടിച്ചാന്നേലും വീട്ടിലോട്ട്. കാനഡയിൽ എവിടെ കിടന്നാ ഓട്ടോ പിടിക്കുന്നത്, അവിടെ ഓട്ടോ. നമ്മൾ പറയാ ദൈവം പുള്ളിക്കാരിയെ എനിക്ക് അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു തള്ള പറഞ്ഞ് എന്നെയും കൂടെ തിരിച്ചു കൊണ്ട്. ഞാൻ പറഞ്ഞ തള്ള ഞാൻ തന്നെ വന്നത് എങ്ങനെയാന്ന്, ഇനി കപ്പം കടയില്ലാത്ത ഇവരെയും കൂടെ ഞാൻ തന്നെ വന്നത് എത്ര പേരുടെ സഹായത്തോടാ. അവർ പറയാ എന്നെയും കൂടെ കൊണ്ട്. തന്നെയല്ല ഇനി കൊണ്ടുപോയി കൊച്ചുങ്ങൾ വല്ലതും സമ്മതിക്കുവോ? അപ്പൊ ഞാനും നിങ്ങളും ആണെങ്കിൽ ശലോമോന്റെ പള്ളിയറയും ഈ മെത്തയൊക്കെ കണ്ട് ആകൃഷ്ടരായിട്ട് അവിടെ തന്നെ തമ്പടിക്കും. ഇന്ന് അങ്ങനെയാണല്ലോ സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ലോകക്കാരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുപ്പിച്ചേച്ച് അവരെയൊക്കെ നമ്മുടെ സ്റ്റേജിലും ഒക്കെ കയറ്റരുതെന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല. സ്തോത്രം. എന്തെല്ലാം കാട്ടായങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാ ദൈവം ഞങ്ങളെ മാനിച്ചെന്ന്. ഇത് ദൈവം മാനിച്ചതല്ല, ഇതിനകത്ത് കയറുക. ദൈവം മാനിക്കുന്നത് ഇങ്ങനാണോ? ദൈവത്തിന് മഹത്വം. ശലോമോന്റെ പള്ളിയറയ്ക്കകത്ത് കൊണ്ടിട്ടപ്പോൾ അവള് പള്ളിയറയുടെ പകിട്ട് കണ്ട് ഇളകിയില്ല. അവള് കിളിവാതിൽ തുറന്ന് വെളിയിലോട്ട് നോക്കി വെച്ച് പറയാ, ആമ എന്റെ പ്രിയനെ നിന്റെ പിന്നാലെ എന്നെ വലിക്ക. കാരണം രാജാവ് എന്നെ പള്ളിയറയ്ക്കകത്ത്, എനിക്ക് പള്ളിയറയല്ല വിഷയം, പിന്നെ എന്തുവാ അവള് വെളിപ്പാട് പ്രാപിച്ചവളാ. ഏതാ? പരിശുദ്ധാത്മാവാകുന്ന അമ്മ ദൈവസേവാകുന്ന ഭവനത്തിൽ വെച്ച് വളർത്തിയതല്ലയോ, സകല സത്യത്തിലും വഴി നടത്തി. എന്റെ ഭാഷയെ പറയാ, ഇവക്ക് ശലോമോന്റെ പള്ളിയറയല്ല പ്രാധാന്യം. ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞ ഇവള് ശലോമോന്റെ പള്ളിയറേക്കാൾ മെച്ചമായിട്ട് ഇവളെ രക്ഷിച്ച പ്രാണപ്രിയന്റെ മണിയറ കണ്ടു. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ശലോമോന്റെ പള്ളിയറയേക്കാൾ ഇവക്കകത്ത് വെളിപ്പാടുണ്ട്. ഇവളെ രക്ഷിച്ച പ്രാണപ്രിയൻ ഇവൾക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കുന്നുണ്ട്. ഒരുക്കാന്ന് പറഞ്ഞേച്ചല്ലേ പോയത്. 14:1 വായിരുമോളെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ച്. ഇടയച്ചെറുക്കൻ പറഞ്ഞേച്ചല്ലേ പോയത്. വായിര്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം, ഒരു മണിയറ ഒരുക്കാൻ പോകുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ. ശലോമോന്റെ അരമനയും പള്ളിയറയൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മൾ വിവാഹ ശുശ്രൂഷയ്ക്കൊക്കെ സങ്കീർത്തനം വായിക്കുമ്പോൾ ചില പരാമർശങ്ങൾ ഉണ്ടല്ലോ. 16 വായിച്ചോ? 16 മുതൽ വായിരു. 45, 16 കല്യാണത്തിന് വായിക്കുന്നത് എടുത്ത് പറയണ്ടല്ലോ. വായിച്ചോ? 16 മുതൽ വായിരു മോളെ. പേരെന്തുവാ? ബിൻസി. വായിര്.
നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർ. 14 മുതൽ വായിച്ചോ. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അന്തപുരം, ശലോമോന്റെ അന്തപുരവേ, അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. പിന്നെ അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. പിന്നെ അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ. അത് വേറെ വ്യാഖ്യാനമുണ്ടെങ്കിൽ ശലോമോന് ബന്ധപ്പെട്ട് ഇത് വലിയ അരമനയാണ്, പള്ളിയറയാണ്, മണിയറയാണ്, അന്തപുരമാണ്. ഇവിടെ വിശേഷതകൾ ഒത്തിരിയുണ്ട്. നമ്മൾ പാടുകലി അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാം. ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാ ആനക്കൊമ്പ് കൊണ്ടേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള അരമന കണ്ട് ഈ പെൺകുട്ടി മയങ്ങിയില്ല. ഇന്നത്തെ പല മിടുക്കന്മാര് ശലോമോന്റെ ആനക്കൊമ്പ് കണ്ട് മയങ്ങി പ്രമാണവും വിട്ട്, വ്യവസ്ഥയും വിട്ട്, പ്രതിഷ്ഠയും വിട്ട്, ഉപദേശവും വിട്ട്, ശലോമോന്റെ അരമന കണ്ട് എല്ലാം പ്രമാണം വിട്ടപ്പോൾ അക്കാലത്തും ഇക്കാലത്തും ശലോമോന്റെ അരമന കണ്ട് മയങ്ങാതെ ഇടയച്ചെറുക്കന്റെ മണിയറ കാണുന്ന ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇവള് ശലോമോന്റെ അരമന കണ്ടൊന്ന് വിളകിയില്ല. അവള് തലവെളിയിലോട്ട് വെച്ച് പ്രിയനോട് പറഞ്ഞു, എന്നെ നിന്റെ പിന്നാലെ വലിക്കാൻ പറഞ്ഞു. കാരണം അവനൊരു മണിയറ ഒരുക്കുന്നുണ്ട്. പോകാൻ നേരത്ത് പറഞ്ഞാച്ചാ പോയത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ അങ്ങോട്ട് പോവുക, ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്ന കിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ പിതാവിൻ കൃപേ ഇൻപമേറ്റും പല എൻ പിതാവിൻ കൃപേ ഇൻപമേറ്റും പല സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാലിനി. സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാലിനി. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ അനേക വാസസ്ഥലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിക്കരുത്. അതുകൊണ്ടാണ് ഈ ശൂലേമിയെ പിടിച്ച് പള്ളിയറയ്ക്കൊക്കെ തിട്ടപ്പോൾ പള്ളിയറയൊന്നും അവൾക്ക് വിഷയമല്ല. അവളവിടെ, എന്റെ ഭാഷ, അവളവിടെ കിടന്ന് മണിയറ കണ്ടു. എന്തുവാ മണിയറ? വായിച്ചേ മോളെ, 21:1 മുതൽ വായിക്കണം. അറിവുള്ള വാക്യമാണ് വെളിപ്പാട് പുസ്തകം. അത് അവിടെല്ലേ മണിയറ. 21:1 മുതൽ വായിച്ചേ. നമ്മുടെ പോകാൻ പോകുന്ന മണിയറയുടെ വിശേഷതകളാ. വായിര്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല. അടുത്ത വാക്യം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. നമുക്കൊരു മണിയറ ഒരുക്കുന്നുണ്ട്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുക്കി സ്വർഗത്തിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഈ മണിയറ ഇവളിവിടെ കടന്ന് കണ്ടു. അതുകൊണ്ട് ശലോമോന്റെ അരമനയൊന്നും ഇവക്ക് വിജയമല്ല. ഈ വെളിപ്പാട് കാണുന്നവർക്ക് ഇവിടെ എന്തോ കണ്ടാലും ഇളകത്തില്ല. അത് കാണാത്തവർക്കും അങ്ങോട്ട് പോകുവാൻ നിശ്ചയമില്ലാത്തവർക്കാ ഇവിടെ എന്തേലും കാണുമ്പോ യവന്മാർ ഇളകുന്നേ. എന്നാ നിങ്ങൾക്കെല്ലാവരും അരുതാഴിയ പോലെ. ആട്ടെ, ദൈവത്തിന് മഹത്വം. വായിച്ചേ മണിയറ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പിന്നെ അവരോടുകൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. പിന്നെ അവർ അവന്റെ ജനമായിരിക്കും. പിന്നെ ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ദൈവം കൂടെ ഇരിക്കും. ശലോമോനെ വിശ്വസിക്കാനൊക്കെയല്ല. ഇവൻ നിന്നേക്കാൾ ഒരു മിടുക്കിയെ കാണുമ്പോ അവൻ അങ്ങോട്ട് ഓടും. അതല്ലേ കല്യാണം കഴിച്ച് ചൂപ്പാട് വന്നവനാ. നിങ്ങളൊന്നും വായിച്ചില്ലെന്ന് തോന്നുന്നു. ഇനി നിന്നേക്കാൾ ഒരു മിടുക്കിയെ കാണുമ്പോ ഇവൻ നിന്നെ ഇട്ടേച്ച് പോകും. പക്ഷേ പ്രാണപ്രിയനാകുന്ന യേശു നിന്നെ ഇട്ടേച്ച് പോകത്തില്ല, നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അത് പറഞ്ഞേച്ചല്ലേ. അപ്പൊ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഗലാത്യലേഖനം 4:8 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിജയിച്ചാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക.
നമ്മളെ അറിയുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം താൻ അവനോട് കൂടെ ഇരിക്കും. പിന്നെ അവനവിടെ കണ്ണിന്നെല്ലാം തുടച്ചു കളയും. പിന്നെ ഇനി മരണമുണ്ടാകയില്ല. ഓടിച്ചു വായിര്. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. പിന്നെ ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന്. അതെ, എല്ലാ ഭാഗവും പഠിക്കുന്നില്ല. താഴോട്ട് പഠിക്കുമ്പോൾ നമ്മൾ പാർക്കാൻ പോകുന്ന ആ മണിയറയുടെ ഗോപുരങ്ങളും അതിലിന്റെ വർണ്ണനകളാ. താഴോട്ട് എത്രയെത്ര രക്തങ്ങളാൽ അലങ്കൃതമായ ഒരു പട്ടണമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിന്റെ ശലോമോന്റെ അരമനയും ദന്തീതന്തം കൊണ്ടുള്ള കൊട്ടാരവും ഒന്നും കണ്ട് മയങ്ങിപ്പോകരുത്. നമുക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കുന്നുണ്ട്. ഈ വെളിപ്പാട് ഇന്ന് രാത്രി പ്രാപിച്ചോണം. ദൈവത്തിന് മഹത്വം. 2 അത് പറഞ്ഞേച്ച ആ ഭാഗം വിട. 2 ശലോമോൻ വശീകരിക്കാൻ കാണിച്ചത് ശലോമോന്റെ എഴുന്നള്ളത്താ. ശലോമോന്റെ എഴുന്നള്ളത്ത് ഭയങ്കര എഴുന്നള്ളത്താ. 3:7 മുതൽ വായിച്ചേ ശലോമോന്റെ എഴുന്നള്ളത്ത്. പെട്ടെന്ന് വായിച്ചു. ശലോമോന്റെ പല്ലക്ക് തന്നെ, പുള്ളി പല്ലക്കലായി വരുന്നത്. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ പല്ലക്കിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാർ. പല്ലക്ക് എങ്ങനത്തെ 9-ാം വാക്യം വായിച്ചേ മോളെ. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അങ്ങനെയാ പല്ലക്കുണ്ടാക്കിയത്. ശലോമോന്റെ പല്ലക്ക് നമ്മുടെ പല്ലക്കൊന്നും പോലല്ല. ലെബാനോനിലെ മരം കൊണ്ടാ. നമുക്ക് ആരെങ്കിലും കട്ടിലോ ഒക്കെ ചില ഇപ്പം ബിസിനസ് അല്ലേ ഉണ്ടാക്കി തന്ന അത് ചില വർഷം കഴിയുമ്പോൾ അതല്ല. അണ്ട് ശിവ പാസ്റ്റർക്ക് ഒരു കട്ടില് പൊതുവെ പറയുന്ന മോശമാ. കട്ടില് കൊടുത്തു, എന്തുവാ ഒടിഞ്ഞു പോയല്ലയോ, ഒടിഞ്ഞു ഇരുന്നപ്പോഴേ കട്ടില് ഒടിഞ്ഞു. അപ്പം തന്നവനോട് ചോദിച്ചപ്പോൾ അതെ ഞാനല്ല പണിത് വന്ന്, കാശ് അവന് കൊടുത്തതാ. അതേ പാഴ്ത്തടിയുടെ പേര് പറഞ്ഞ് അത് വെച്ച് പണിതതാണ്, കാശ് കൊടുത്തതാ. വെള്ള നമ്മുടെ പല്ലക്കും ശലോമോന്റെ പല്ലക്കും വ്യത്യാസമാണ്. നമ്മുടെ സ്റ്റൂളിൽ ഇരിക്കുമ്പോൾ കസേര ശബ്ദം കേൾക്കാം, കിറുകിറാണ്. ശലോമോന്റെ പല്ലക്ക് അങ്ങനാണോ? ലെബാനോനിലെ ദേവദാരു കൊണ്ട് ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മേക്കെട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. രക്താംബരം കൊണ്ട്. അപ്പൊ ഈ പല്ലക്കിന്റെ വിശേഷത മേക്കെട്ടിക്കാല്, ഇരിപ്പിടം, ചാര് അതെല്ലാം വെള്ളിയും പൊന്നും അത്രയ്ക്ക് വിശേഷപ്പെട്ടത്. ഈ പല്ലക്കാല ശലോമോൻ ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്ന. പുള്ളിയുടെ എഴുന്നള്ളത്തൊക്കെ അങ്ങനെ 60 യുദ്ധവീരന്മാരതിന് ചുറ്റും നിൽക്കുന്നു. പുള്ളി ആ പ്രൗഢിയോടിഞ്ഞോട്ട് വരുന്നു, പല്ലക്കയിൽ ഇങ്ങനെ കിടക്കുന്നു. ഒരുമാതിരിപ്പെട്ട സ്ത്രീകളും ആൾക്കാരും എല്ലാം ശലോമോന്റെ എഴുന്നള്ളത്തും പല്ലക്കും കണ്ട് വീഴും. എങ്ങനെയാലും ശലോമോന്റെ കൂടെ നിന്ന പല്ലക്കിന്റെ സൈഡിൽ നിന്നൊരു ഫോട്ടോ എന്നുവെച്ചാൽ സെൽഫി. അതാ ശലോമോന്റെ കൂടെ ഒരു സെൽഫി. എന്നുവെച്ചാൽ ആ പല്ലക്കിന്റെ ഫോട്ടോയും ശലോമോനും എല്ലാം മുഴുവൻ ആൾക്കാരെ കാണിക്കുക. ഞാനും ശലോമോനും വളരെ അടുപ്പമാണ്. ഇവള് ശലോമോന്റെ പല്ലക്ക് കണ്ടൊന്നും ഇളകിയില്ല, ഒന്നും ഇളകില്ല. എന്റെ ഭാഷയാ. ഈ പരിശുദ്ധാത്മാവാകുന്ന അമ്മ ദൈവസഭയാകുന്ന വീട്ടിൽ വെച്ച് ഉപദേശങ്ങൾ അതല്ലേ കൂടി വരുമ്പോൾ സങ്കീർത്തനം, ഉപദേശം. ഇവളെ ഉപദേശം പഠിപ്പിച്ചതാ. ഉപദേശം പഠിപ്പിച്ചത് കൊണ്ട് ഇവള് ശലോമോന്റെ പല്ലക്കും എഴുന്നള്ളത്തൊന്നും കണ്ട് ഇളകിയില്ല. എന്റെ ഭാഷയാ. ഇവളെ രക്ഷിച്ച പ്രാണപ്രിയനാകുന്ന ആ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ആ എഴുന്നള്ളത്താ ഇവള് കണ്ടത്. അവിടുത്തെ എഴുന്നള്ളത്ത് എങ്ങനെ വായിച്ചേ മോളെ? 68-ാം സങ്കീർത്തനത്തിന്റെ 24 വായിച്ചേ. ദൈവത്തിന്റെ എഴുന്നള്ളത്ത് എങ്ങനെയാന്ന് വായിച്ചേ. 68-24 പെട്ടെന്ന് വായിര്. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായ എന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവുകളിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. പിന്നെ അവിടെ അവരുടെ നായകനായ
അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സെബുലൂൻ പ്രഭുക്കന്മാരും പ്രഭുക്കന്മാരുമുണ്ട്. ചുരുക്കി പറഞ്ഞു താഴോട്ട് വായിപ്പിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാ. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ എഴുന്നള്ളത്ത്. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ശലോമോൻ പല്ലക്കെ വരുമ്പോൾ ശലോമോനിലും ശ്രേഷ്ഠനായവൻ ഇതാ ശലോമോനിലും വലിയവൻ. അവിടെ നിന്ന് എങ്ങനെയാ വരുന്നത് മോളെ? 104 സങ്കീർത്തനത്തിന്റെ 4 വാക്യം ഒന്ന് വായിച്ചേ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വേണം. അതിന് 3 വാക്യം കൂടെ ചേർത്ത് വായിച്ചു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി. ശലോമോൻ ലെബാനോനിലെ മരം കൊണ്ട് പല്ലൊക്കെ ആ പല്ലക്കെ ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോൻ വരുമ്പോൾ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അവിടുന്ന് എങ്ങനെയാ വരുന്നത്? മേഘങ്ങളെ തന്റെ തേരാക്കി. അങ്ങനെ അങ്ങോട്ട് വരുന്നത്. ഇവൾ ഈ വെളിപ്പാട് പ്രാപിച്ചവളാ. അവിടുന്ന് മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. കാറ്റിൻ ചിറക് ഒരു വ്യാഖ്യാനം കൂടെ തരാം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുവന്ന. അങ്ങനെയെങ്കിൽ ദൂതന്മാരുടെ ചിറകിൽ ഭാഗിച്ചിങ്ങോട്ട് വരുക. ശലോമോൻ വരുന്നത് ഈ ലോകത്തിന്റെ പല്ലക്ക, അത് നശിച്ചു പോകുന്നതാ. എന്നാൽ ശലോമോനും വലിയവൻ വരുന്നത് അവൻ മേഘങ്ങളെ തേരാക്കി കാറ്റും ചിറകിന്മേൽ സഞ്ചരിച്ച് ഇങ്ങനെ എഴുന്നള്ളി വരിക. അതാ 68-24. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവവും രാജാവുമായ എന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. ഇന്ന് രാത്രി ആത്മീയ കാഴ്ചപ്പാട് പ്രാപിക്കുന്നവർക്ക് ഇവിടുത്തെ ഒന്നും കണ്ട് ഇളകുകയല്ല. ഇവിടെ ആരെന്തോ കാട്ടിക്കൂട്ടിയാലും നമ്മൾ അത് കണ്ട് ഇളകത്തില്ല. ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാരൊക്കെ ആരംഭകാലത്ത് ഇറങ്ങിയ പല ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള വെളിപ്പാട് പ്രാപിച്ചവരാ. അതുകൊണ്ട് അവരത് വേണ്ടാന്ന് വെച്ചത്. ഇന്ദ്രദേവന്റെ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞപ്പോ എന്നാ പറഞ്ഞ, എന്നാ കിട്ടോന്നാന്ന് പറഞ്ഞേ, ഒരു പൊന്നാട പുതപ്പീര് അങ്ങനെയാണോ പറഞ്ഞത്? ഓ, ഒന്നും പറഞ്ഞില്ലായിരിക്കും. വേണ്ട, നാന്നെ കൊണ്ട് പൊന്നാട പുതപ്പിക്കുന്നു, ഭദ്രദീപം തെളിയിപ്പിക്കുന്നു, മാലയിടുന്നു, ബൊക്ക കൊടുക്കുന്നു, പിന്നെ എന്തുവാ അതൊക്കെ എന്നാ എനിക്ക് പേരും അറിയാൻ മേല ഇതിൻ്റെ ആ പലകം കൊടുക്കുന്നു, എന്നതൊക്കെയാണോ ദൈവമേ കാട്ടിക്കൂട്ടുന്ന വിക്രിയകള്. 2-ാം സങ്കീർത്തനക്കാരൻ പറയുക, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ചിരിക്കുക. ഈ വിഡിത്തമെല്ലാം കണ്ടുണ്ട്. വചന ശുശ്രൂഷയ്ക്ക് സമയമില്ല, ആരാധനയ്ക്ക് സമയമില്ല, പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഇതൊന്നിനും സമയമില്ല. ആണെന്ന് ക്ഷേത്രത്തിലെ പൂജാരി വന്ന് ഇതൊന്നും പാടില്ല, വണങ്ങാൻ വന്ന പറഞ്ഞു, ഞങ്ങളെ വണങ്ങരുത്, ദൈവത്തെ നമസ്കരിക്കാൻ പറഞ്ഞു. ഈ വെളിപ്പാട് പ്രാപിച്ചവർക്ക് ഇവിടുത്തതൊന്നും വലിയ വിഷയമല്ല. മറ്റുള്ളവരെ അധിക്ഷേപിക്കണമെന്നോ ആക്ഷേപിക്കണമെന്നോ അല്ലി പറഞ്ഞത്. നമുക്കൊരു വേർപാടുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന് ഭംഗമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ വേഗത്തിൽ നിർത്തുക. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രസംഗമൊന്നും ചിലർക്ക് അത്ര ഞാൻ ചിലരുടെ മുഖമൊക്കെ നോക്കുന്ന അത്ര തൃപ്തിയല്ലെന്ന് എനിക്കങ്ങ് തോന്നുന്നു. അതുകൊണ്ട് അധികം മുന്നോട്ട് പോകുന്നില്ല. ഒരാൾ പറഞ്ഞ പോലെ ഈ വണ്ടി അധികം മുന്നോട്ട് പോകുകയല്ലെന്ന് പറഞ്ഞതുപോലെ അധികം പോകുന്നില്ല. അങ്ങനെയുള്ള ഈ പെൺകുട്ടിയെ പറ്റിയാണ് 8:5 വായിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അവൾ മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരിക. ഇന്ന് രാത്രി ഈ മരുഭൂമിയിൽ എനിക്ക് നിനക്ക് ചാരുവാനുള്ള ഒരു ഇടമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിന്റെ മാറിടമാണ്. നമ്മുടെ കർത്താവിന്റെ മാറിടത്തിൽ ചാരി മാത്രമേ നമുക്ക് യാത്രയുള്ളൂ. അതുകൊണ്ട് മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരി. കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിൽക്കാം. ദൈവമാകെ ഒന്നും എടുക്കുന്നില്ല. ഈ മരുഭൂമി യാത്രയിൽ നമ്മെ സ്തോത്രം പുലർത്തുവാനും നടത്തുവാനും ദൈവം വിശ്വസ്തനാണ്. മോളെ, ഞാൻ ചില വാക്യങ്ങൾ പറയും, അത് ഷടിയടാന്ന് വായിച്ചു തരണം, എന്നിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരണം. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്? കമ്പിവാചകം പോലെ ഒന്ന് വായിക്കാം. ഞാൻ വാക്യം പറയാം, മോള് ക്രമത്തിൽ പിന്നെ വായിക്കണം. അടുത്തിരിക്കുന്ന സഹോദരിമാരും എടുത്തു കൊടുക്കണം. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 21:14 അതിന്റെ 19 വായിക്കണം. പുറപ്പാട് 3:1-2, പുറപ്പാട് 5:1-2 വായിക്കണം. പുറപ്പാട് 15:22 മുതൽ താഴോട്ട് വായിക്കണം. 16:31 വായിക്കണം. മത്തായി 4:1, 3:1, മർക്കോസ് 1:2, 3, 29-ാം സങ്കീർത്തനം 8-9. ബാക്കി ഞാൻ നേരെ ഉണ്ട് പിന്നെ പറയാം. ഇപ്പം ഉൽപ്പത്തി പുസ്തകം 21:14 വായിരും.
ഈ മരുഭൂമിയിൽ എന്തുണ്ട്? നമ്മളെല്ലാം മരുഭൂമി യാത്രക്കാരല്ലേ? വായിച്ചേ. അബ്രഹാം അധികാലത്തെടുന്നിട്ട് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാന്റെ തൂളിൽ വെച്ച് കുട്ടിയെ കൊടുത്തവളെ അയച്ചവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇന്ന് രാത്രിയിൽ കമ്പിവാചകം പോലെ പറയുക, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരണം. ആ പ്രിയന്റെ മേൽ ചാടിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഓർക്കണം, ഈ മരുഭൂമിയിൽ എന്തുണ്ട്? ഒറ്റവാക്കി പറയാ, ആമൻ അബ്രഹാം അധികാലത്തെടുന്നിട്ട് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്തയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുക. എന്ന് പറഞ്ഞാൽ ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞ് ഉഴന്നു നടക്കുന്ന ഒരു സഹോദരി. ആമൻ അബ്രഹാമില്ല, സ്നേഹിച്ചവരില്ല, കരുതിയവരില്ല, ലാളിച്ചവരില്ല, എല്ലാവരും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ച് നടക്കുക. അല്പം കഴിഞ്ഞമ്മ മരുഭൂമി യാത്ര, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഉഷ്ണക്കാറ്റുകൾ, ചൂടേറിയ രംഗ്. ആമ തന്റെ കുട്ടി മരണപ്രാണം കാണിക്കാൻ തുടങ്ങി. ഉപജീവനത്തിന്റെ വഴി അടഞ്ഞു. അബ്രഹാം കൊടുത്ത അപ്പകഷണങ്ങളും വെള്ളവും എല്ലാം തീർന്നു. ഉപജീവനത്തിന്റെ വഴിയടഞ്ഞു. ആമ കുട്ടി മരണപ്രാണം കാണിക്കാൻ പോകുക. കുട്ടിയുടെ മരണം കാണുവാൻ കഴിവില്ലാതെ കുട്ടിയെ ഒരു അമ്പിമ്പാട് കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതല്ല, മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി. ഈ സഹോദരിയോട് ചോദിക്കാം, നീ കരയാനുള്ള വിഷയം എന്താ? ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും, ഞാൻ കരയാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതല്ല. ഞാൻ കരയാനുള്ള വിഷയം എന്റെ തലമുറയുടെ വിടുതല. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന മാന്യ മാതാക്കളോട് ദൂത് പറയാം, മരുഭൂമിയിൽ എന്തുണ്ട്? 19 വാക്യം വായിച്ചേ മോളെ. 19 പെട്ടെന്ന്. ദൈവം അവളുടെ കണ്ണു തുറന്നു. പിന്നെ അവളൊരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ച് ഓടിച്ചു പറയാ, മരുഭൂമിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാ, കരകുന്ന, നിലവിളിക്കുന്ന, ഞരങ്ങുന്ന ദൈവപൈതലേ, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് വേണ്ടി സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിട്ട് നീ സത്യദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. 5 ദിവസം കൊണ്ട് ഭൂചരകേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് 6-ാം ദിവസം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം തമ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് പറയാ, ഇത് മുഴുവൻ നിനക്കുള്ളതാ, അടക്കി ഭരിക്കണം, ഭക്ഷിച്ചോണ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതെല്ലാം കരുതി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ആരെങ്കിലും ഞരങ്ങുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ജോലി വിഷയം, ശുശ്രൂഷ വിഷയം, ഏതേലും വിഷയത്തിൽ ഞരക്കത്തോടെ, ഭാരത്തോടെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിന്നോട് വചനത്തിൽ കൂടെ ദൂരെ പറയുക, ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ആ കരുതൽ അനുഭവിക്കണമെങ്കിൽ മരുഭൂമിയിൽ പ്രിയന്റെ മേ ചാരിക്കോണം. വേറെ ആരുടെയും പക്കൽ ചാരരുത്. രാഷ്ട്രീയക്കാരെ ഒന്നും ചാരരുത്, മത നേതാക്കളെ ചാരരുത്, ഒരു രാഷ്ട്രീയക്കാരെയും ചാരിയേക്കരുത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ചാരിയിട്ടൊന്നും കാര്യമില്ല. ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തു. എല്ലാരും തക്കം പോലെ ഈ കൺവെൻഷൻ ഓരോ ഗ്രൂപ്പുകാരല്ലേ ഓരോ ദിവസം വരുന്നേ. നിങ്ങൾ ഒന്നും മനസ്സിലാകുന്നില്ലയോ? അതോ നിങ്ങളെല്ലാം കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? മനസ്സിലായാ മതി. ഒരുത്തനെ നമ്പാൻ പോകരുത്. ഇവനെല്ലാം സമയമാകുമ്പം നീ ചാരേണ്ടത് യേശുവിനെയാ. ഈ മരുഭൂമിയിൽ എനിക്ക് നിനക്കും ചാരാനുള്ളത് യേശുവിനെയാ. ജനപ്രതിനിധികൾ വരട്ടെ, അവരൊക്കെ വന്നോട്ടെ, അവരെ നമ്മൾ മാനിക്കാറുണ്ട്, അവരെ ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ നിലയിൽ എനിക്ക് സങ്കടം എന്നാന്നറിയാമോ? പ്രധാനപ്പെട്ട ശുശ്രൂഷ നടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ശരിയല്ല. അത് ഏതവൻ ചെയ്താലും, ഏതവൻ അത്രോ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഇനി കട്ടിക്ക് പറയണോ? പറയണേ പറയാം. മതി. ആട്ടെ, എന്തുവാ കുറിച്ചെടുക്കുന്നത്? ഇത് തന്നെയാ ഞാനും പറയുന്നത്. ദൈവത്തിന് മഹത്വം. അതിനൊക്കെ TPM-കാരെ കണ്ടുപഠിക്കുക. അവിടെ ജനപ്രതിനിധികൾ വന്നാൽ പ്രത്യേക സ്ഥലത്തിരുത്തും. ഇത് തള്ളിക്കൊണ്ട് കയറ്റി ഏറ്റവും മുന്നിൽ കൊണ്ടിരുത്തി അവനവിടെ കിടന്ന് എന്നാ പറഞ്ഞു എന്നിട്ട് വാക്യം പറയുന്നതാണോ? എന്നെ സുവിശേഷം എന്നെ കുന്തം. ഇവിടെ സുവിശേഷം പറയാൻ അഭിഷിക്തന്മാരുണ്ട്. ഇവിടെ വചനം പറയുവാൻ ദൈവം നമുക്ക് എത്രയോ പേരെ തന്നിരിക്കുന്നു.
ദൈവത്തിന് മഹത്വം. ഓരോരുത്തരെ ഏൽപ്പിച്ചത് ചെയ്താ പോരെ, കേറിക്കൊണ്ടളിയാ വഴക്കൊണ്ടോ എന്ന് ചോദിക്കണോ? ഞാൻ ആർക്കും എതിരല്ല, ഒരു പാർട്ടിയുടെ ആളുമല്ല. പക്ഷേ പ്രധാനപ്പെട്ട ശുശ്രൂഷ നടക്കുമ്പോൾ ആ ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തി ഉമ്മാ കന്നിറങ്ങും പോലെ വരികയും പോകുകയും. എന്നാ വാച്ച നോക്കുന്ന സമയമായ ഇച്ചൂടെ പറഞ്ഞു വെച്ച് നിർത്താം. ഏതായാലും വന്നു പോയി. ഇച്ചൂടെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഗുണമാകുന്ന ഇന്നേലും ഗുണമാകട്ടെ. ദൈവത്തിന് മഹത്വം. മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഇടമാ. അവിടെ ദൈവവചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും പാട്ടിനും പ്രാർത്ഥനയ്ക്കും ആ പ്രാധാന്യം. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ പ്രാണപ്രിയനെ ചാരിക്കോണം, വേറെ ആരെയും ചാരരുതെന്ന്. ചാരിയാ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചാരിപ്പോകുന്ന ദൈവവൈതലെ, നിന്നോട് ദൂത് പറയുക, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുവാൻ ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. അധികം വിവരിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതല്. ഞാൻ ഒരു 10-15 കൂട്ടം കാര്യം പറയണമെന്നാ ഓർത്തതെങ്കിലും ചില കാര്യം പറഞ്ഞു നിർത്താൻ. 2 മരുഭൂമിയിൽ എന്തുണ്ട് വായിച്ച്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന്. മോശ മിദ്യാനിലെ പുരോഹിതൻ തന്നെ അമ്മായിയപ്പനുമാകുന്ന ഇത്രോ വലിയ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഘോരേബ് വരെ കൊണ്ടുവന്നു. അടുത്ത വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ ഒരു പ്രത്യക്ഷനായി. വിശദീകരിക്കുന്നില്ല. മിദ്യാനിലെ പുരോഹിതന് 7 പെൺപിള്ളാരാ. ഈ പെണ്ണുങ്ങളായ ആടിനെ എല്ലാം തീറ്റുകയും മേയിക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നത്. ചില സഭയൊക്കെ പെണ്ണുങ്ങളല്ലയോ ഭരിക്കുന്നത്. തങ്കമ്മാമ്മയുടെ സഭ, കുഞ്ഞോളമ്മാമ്മയുടെ സഭ, മേരിക്കുട്ടിയുടെ ജോയിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്, ഒരു അനക്കവും ഇല്ല. മേരിക്കുട്ടിയാണ് കസറുന്നത്. ജോയിക്കുട്ടി അവിടെ ഇരിക്കട്ടെ. ഇവിടെ 7 പെൺകുട്ടികളുണ്ട് മിദ്യാനിലെ പുരോഹിതന്. അപ്പോൾ വെള്ളം കോരാമെന്ന് ചെറിയ പ്രശ്നമായി. ഇപ്പൊ മോശ റിലേ ഓടി വന്നേക്കുക. മിസ്രൈം എന്ന് ഓടിയെന്ന് ഒറ്റ ഓട്ടത്തിന് കിണറ്റിൻകര വന്ന് പുള്ളി നിന്നു. പഴയ ആൾക്കാരല്ലേ കിണറ്റിൻകരയിലാകും കൂടുതലും, ഇല്ലയോ? എന്നാ എലയാസറും പയ്യ ചെന്ന് യാക്കോബും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. എല്ലാവരും കിണറ്റിൻകരയാ. അതിന്റെ കാരണമല്ല, കിണറ്റിൻകരയല്ല, ഈ വെള്ളം കോരാനൊക്കെ ആൾക്കാർ. ദൈവത്തിന്റെ മകത്വം ആട്ടെ. അപ്പൊ 7 പെൺകുട്ടികള്. ചുരുക്കി പറഞ്ഞ പ്രശ്നമെല്ലാം പരിഹരിച്ച് പുള്ളി ഏത് കേസും എടുക്കുന്നയാളാ. ഉള്ളതെല്ലാം പരിഹരിക്കും. പെൺപിള്ളേർ നേരത്തെ വന്നപ്പോ അച്ചായൻ ചോദിച്ചു, എടി ഇന്ന് നേരത്തെ വന്നു, ഒരു പാസ്റ്റാന്ന് തോന്നുന്നു, അവിടെ വിളിച്ചോണ്ട് വരാൻ IPC ആണോ ചർച്ചക്കോടാണെന്ന് അറിയാതെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ അവസാനം വിടിട്ട് നാണം കെടുത്തേണ്ട കാര്യമൊന്നും. അപ്പം ഏത് സമയ സ്വതന്ത്രമാണെന്നാ തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ആ 7 പെങ്കൊച്ചുങ്ങളിൽ ഒരെണ്ണത്തിനെ കല്യാണം കഴിപ്പിച്ച് തലമുറയൊക്കെ ഉണ്ടായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പുള്ളി അവിടെ അടിഞ്ഞുകൂടി അമ്മാവിയപ്പന്റെ ആടിനെ മേയ്ക്കുക. ഈ അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പല ടൈപ്പാടാ. ഇടിയുണ്ടാക്കുന്ന ആടുണ്ട്. പിന്നെ ഒരു സഭയെ 2 വിശ്വാസി ഇടിയുണ്ടാക്കാൻ കൊണ്ടുപോകുന്ന ഉപദേശിച്ച് കിടന്ന് വെള്ളം കുടിക്കുക. അല്ലാതെ നമ്മൾ ദാനിയേൽ പ്രവൃത്തി വായിക്കുന്ന ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കോലാട് വന്ന് അങ്ങനെ എഴുതിയേക്കുന്നത്. സഭായത്തിന് ഇവനെ എഴുതിയേക്കുന്ന സാക്ഷിക്ക് ഒരിടി. അപ്പൊ ഇവനെ ഇടിച്ചിടാൻ വേറൊരുത്തനുണ്ട്. അല്ല, അപ്പൊ ഇടിയുണ്ടാക്കുന്ന ആടിന് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും ഇടയശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ ഇവർക്ക് ആ പ്രത്യേക കിരീടം. അതുകൊണ്ട് ദൈവദാസന്മാർ നിരാശപ്പെടുമെന്ന് നമ്മൾ പ്രത്യേക ആദരവൊക്കെ ഉണ്ട്. ഇടിയുണ്ടാക്കുന്ന ആട്, വെള്ളം കുടിക്കാത്ത ആട്, തീറ്റ തിന്നാത്ത ആട്, തന്നെ കുടിക്കുന്ന ആട്, അത് കറക്കുക, അത് തന്നെ കുടിക്കുക. കറക്കാൻ സമ്മതിക്കാത്ത ആട്, ദശാംശവും സ്വോത്രകാഴ്ചയും പറയുമ്പോൾ കാലും കൈവല്ലായിട്ട് അടിക്കും, നേരെ നിൽക്കുകയല്ല. ഇത് അമ്മായിയപ്പന്റെ ആടുകളെ മേയിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ ചെന്നപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാത്രി 2 മരുഭൂമിയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. നിന്നെ കരുതുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവഭക്തരെ, ഈ മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്.
അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 ഒരുക്കി ചരിത്രമറിയ. ദാനിയേലിന് വേണ്ടി ഗുഹയ്ക്കകത്ത് ദൈവം ദൂതനെ ഇറക്കി. മാത്രമാണോ പത്രോസിന് വേണ്ടി ദൂതനെ ഇറക്കി വിലാപ്പുറത്തടിച്ച് ഇരുമ്പുവാതിൽ സ്വലവേ തുറന്നവനെ പട്ടണത്തിൽ കൊണ്ടുവന്നു. ദൈവത്തെ നിന്ദിച്ച് ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്ത ഹെരോദാവിനെ അടിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ദൈവദൂതൻ ലൂക്കോസിൽ വായിക്കുന്നത് ശക്തിയും ബലവുമറിയ ദൈവദൂതന്മാർ. ഇന്ന് രാത്രി എനിക്കും നിനക്കും കരുതല. ചില ദൈവമക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വണ്ടി എന്നെ ഇടിക്കാൻ വന്നെന്ന് അറിയാം, പക്ഷെ ആരാണ്ട് എന്നെ എടുത്തു മാറ്റിയതുപോലെ. അയ്യോ, ആരാണ്ടല്ല, ദൈവത്തിന്റെ ദൂതനാ. നീ വണ്ടി കയറി അരകണ്ട സന്ദർഭങ്ങൾ വന്നപ്പോൾ നടുറോഡ് നിന്നെ തള്ളിയിട്ട് നിന്നെ പെട്ടിക്കകത്താക്കാൻ പദ്ധതി വൈരികിട്ടപ്പോൾ അവിടുന്ന് തട്ടി മാറ്റിയത് മറ്റാരുമല്ല, ദൈവത്തിന്റെ ദൂതനാ. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇനിയും നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസനാ. അപകടങ്ങൾ അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോൾ നിന്നെ വിടുവിച്ചത് ദൈവത്തിന്റെ ദൂതനാ. നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. ആരാധിക്കുന്ന നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. ഒരിക്കലും അസിസ്റ്റന്റ് വെളിയിലോട്ട് ഇറങ്ങിയച്ച് അരാം സൈന്യത്തെ കണ്ടു. അസിസ്റ്റന്റ് മോനെ കോൺലെസ് മൈക്ക് ഉണ്ടോ മോനെ? ഉണ്ടോ? ഇതല്ലാണ്ട് കുരുങ്ങി കിടക്കുന്നു. ഉള്ളതാട്ടെ. അപ്പൊ അസിസ്റ്റന്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അരാം സൈന്യത്തെ കണ്ടു. എന്റെ ഭാവനയാ. അസിസ്റ്റന്റ് ചാടി അകത്തോട്ട് കയറിച്ച് സെന്ററിനോട് പറഞ്ഞു അരാം സൈന്യമാ ഓടിക്കോളാൻ. സെന്റർ, എന്റെ ഭാവന, സെന്റർ പറഞ്ഞു ബൈബിൾ, അതൊക്കെ കുമ്പനാട്ടെങ്ങാനും ചെന്ന് മേടിക്കാൻ ഓടാൻ പറഞ്ഞു. ഇന്നത്തെ അസിസ്റ്റന്റും സെന്ററും അങ്ങനെ. പക്ഷെ അന്നത്തെ സെന്റർ കൃപയുള്ള സെന്ററാ. അരാം സൈന്യത്തെ കണ്ട് അസിസ്റ്റന്റ് വന്നപ്പോൾ സെന്റർ എന്നാ എന്റെ ബൈബിളോട് എടുത്ത് ഓടിക്കാന്നാണ് പറഞ്ഞത്. സെന്റർ പറഞ്ഞ് അങ്ങോട്ട് ഇറക്കി വെച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, ഇവൻ ഈ 5 കൊല്ലം എന്റെ കൂടെ നിന്നിട്ട് ഇവനൊരു വെളിച്ചവും വെട്ടോ. ഈ കലയവരം സെന്ററിൽ കയറിയിട്ട് എത്ര നാളായി? അല്ലെ കുണ്ടറ സെന്ററിൽ കയറിയിട്ട് എത്ര? അച്ഛൻ്റെ സെന്റർ ഏതാ? കുന്നത്തൂര്. നല്ല സെന്ററാ. എത്ര നാളായി? എന്നിട്ട് ഇതുവരെ കണ്ണൊന്ന് സെന്റർ അവന്റെ തലയെ കൈവച്ചു പറഞ്ഞു എന്റെ ദൈവമേ, ഇവൻ കാണത്തക്കവണ് ഇവന്റെ കണ്ണ്. പ്രാർത്ഥിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇവന്റെ കണ്ണ് തുറന്നു കണ്ടത് ഒരു മല നിറയെ ദൂതന്മാർ. ഒരു മല നിറയെ ദൂതന്മാർ. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കുമെന്ന്. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമെന്ന് നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കും. നീ പോകുന്ന വഴിയിൽ ദൈവദൂതൻ നിനക്ക് കാവലുണ്ട്. വാഹനത്തിൽ പോകാഞ്ഞിട്ടാണോ? അപകടം നടക്കാനില്ലാഞ്ഞിട്ടാണോ? എതിരെ വാഹനം വരാഞ്ഞിട്ടാണോ? അവൻ കുടിയന്മാര് വരാഞ്ഞിട്ടാണോ? അവൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വരാഞ്ഞിട്ടാണോ? പക്ഷേ സൂക്ഷിച്ചത് ദൈവമാ. ദൈവദൂതനെ ഇറക്കി ദൈവം നിന്നെ വിടിവിച്ചതാ. വണ്ടി നിന്നെ ഇടിക്കാൻ വന്നതാ, പക്ഷെ മാറ്റിയത് മറ്റാരുമല്ല, ദൈവത്തിന്റെ ദൂതനാ. ഇന്ന് രാത്രി മരുഭൂമിയിൽ ദൈവദൂതൻ നിനക്ക് സംരക്ഷണമുണ്ട്. ഒറ്റ കാര്യം, നീ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കോണം. അങ്ങനെ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ദൈവ പൈതലിന് 1 മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2 ദൈവദൂതന്മാരുടെ സംരക്ഷണം. മാത്രമാണോ? 5ന്റെ 1 വായിച്ചോ, ഓടിച്ചു വായിച്ചോ. നിർത്തുക. അധികം താമസിക്കാന്ന് നിർത്താം. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിയും. മരുഭൂമിയിൽ ഉത്സവമുണ്ട്. വിശദീകരിക്കുന്നില്ല. ഉത്സവം, യഹൂദന് പല ഉത്സവങ്ങളുണ്ട്, പെരുന്നാളുകൾ, ഉത്സവങ്ങളുണ്ട്. അതെല്ലാം യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തോട് പലതും നിറവേറിയിരിക്കുക. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു ഉത്സവം, നമ്മുടെ ഉത്സവം മറ്റൊന്നുമല്ല, ഉത്സവം സന്തോഷത്തെ കാണിക്കുന്നതാണ്. അതാലേ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമത്തെ ദൈവാലയത്തിൽ ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഉത്സവം സന്തോഷമാണ്. അത് ജയോത്സവമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് സന്തോഷമാണ്. ഈ മരുഭൂമിയിൽ സന്തോഷമുണ്ട്. ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വകയുള്ള ദൈവമക്കൾക്കാണ്. എങ്ങനെയാ നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷത? വ്യാഖ്യാനിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ അനുഭവിക്കുക വേണേ. ഒരു വാക്യം നമുക്ക് അറിവുള്ള വാക്യമാ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. യേശു ഉള്ളത്തിൽ വന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഈ മാർഗത്തിൽ വന്നു, വേർപെട്ട ഈ കൂട്ടായ്മയിൽ വന്നു. അതാണ് നമ്മുടെ സന്തോഷം. ഇന്ന് രാത്രി മരുഭൂമിയിൽ ആനന്ദമുണ്ട്. പൗലോസ് പറയാ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക. അപ്പോൾ 1 ഈ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിയാൽ 1 ദൈവത്തിന്റെ കരുതലുണ്ട്. 2 ദൂതന്മാരുടെ സംരക്ഷണം. 3 ആത്മീക സന്തോഷം, ആനന്ദമുണ്ട്. ദൈവത്തിന് മഹത്വം, ആനന്ദമുണ്ട്. 4 മരുഭൂമിയിൽ എന്തുണ്ട്? വായിച്ചേ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18 വായിച്ചേ. 3-ന്റെ 18 വേഗത്തിൽ.
വായിച്ചോ. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. പിന്നെ അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കും. മരുഭൂമിയിൽ യാഗമുണ്ട്. എല്ലാം വ്യാഖ്യാനിക്കാൻ ലേവ്യ പുസ്തകമൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കണം, അതിന് നേരമില്ല. ഒറ്റവാക്കി പറഞ്ഞു വിടുക, മരുഭൂമിയിൽ യാഗമുണ്ട്. യഹൂദന് പല യാഗങ്ങളാ, പാപയാഗോ, ഹോമയാഗോ, അകൃതിയാഗോ, സമാധാനയാഗോ, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നിറവേറി. എന്നാൽ പുതിയ നിയമസഭയാകുന്ന നമുക്ക് പല യാഗമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠവും പ്രാധാന്യമേറിയ യാഗം അവൻ സ്തോത്രമെന്ന യാഗമാണ്. സങ്കീർത്തനക്കാരെ പാടുക, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുകയാ. കൊമ്പും കുളമുമുള്ള മൂരിയേക്കാൾ നല്ലതാ സ്തോത്രമെന്ന യാഗം. ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്വി, ദൈവത്തിന് സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ള ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ ദൈവമക്കളോട് പറയാം, സ്തോത്രം ചെയ്യണം. ഞങ്ങള് സ്തോത്ര പ്രാർത്ഥനയൊക്കെ നടത്തും, അത് അത്യാവശ്യമാണ്. രാവിലെയൊക്കെ വീട്ടിലോ വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്ര പ്രാർത്ഥന. പക്ഷെ നമ്മുടെ ആൾക്കാർ ചിലർക്ക് വെളിവും വെള്ളിയാഴ്ചയില്ല, ചില ഉപദേശമാർക്കുമില്ല, വിശ്വാസികളിലും മിക്കവർക്കുമില്ല. ഉപദേശമാർ തന്നെ പറയും, കരമുയർത്തി നമുക്ക് സ്തോത്രം ഹല്ലേലൂയ പാടാം, ആ സ്തോത്രം ചെയ്യാം, ഉടനെ ഹല്ലേലൂയ, ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ. അപ്പൊ ഇതുവരെ ഇത് വെളിവായിട്ടില്ല. സ്തോത്രം എന്നതാ ഹല്ലേലൂയ എന്നത് എത്ര കൊല്ലമായി ഇതിനകത്ത് കിടന്നില്ല, ചക്രം കറങ്ങും പോലെ കിടന്ന് കറങ്ങുക. വെളിവും വെള്ളിയാഴ്ചയില്ല. സ്തോത്രം തന്നെ ചെയ്യണം. അത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. അപ്പോൾ മരുഭൂമിയിൽ സ്തോത്രം എന്ന യാഗം. ഈ ദൈവമക്കൾ, ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്ന് പറയാം, വചനത്തിൽ നിന്ന്. നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് സ്തോത്ര പ്രാർത്ഥന നടത്തിക്കേ. ലൈവിൽ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല, പക്ഷേ പറയാതിരിക്കാനൊക്കത്തില്ല. ഇന്നാള് ഒരാൾ പറഞ്ഞു, താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ മേലൊന്നു. ഈ TPM-കാര് സ്തോത്ര പ്രാർത്ഥന നടത്തും. നിങ്ങളവിടെ അവരുടെ സഭാകളൊക്കെ ചെന്ന് നോക്കിയോ, ഒരൊറ്റ ഹാള് ഒരു പരുവക്കേടായിട്ട് കിടക്കുന്നുണ്ടോ? ഓ, എല്ലാം നല്ല നീറ്റാ. അവരുടെ സഭകളില് വെളുപ്പിനെ, സെൻട്രൽ സഭകളിൽ വെളുപ്പിനെ 3 മണി ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ലോക്കൽ സഭയിൽ 4 മണിക്ക് എഴുന്നേറ്റ് സ്തോത്ര പ്രാർത്ഥനയാണ്. അത് ഒരു സ്ഥലത്തല്ല, ലോകം മുഴുവനുള്ള സകല TPM-കാരും വേലക്കാരെല്ലാ സമയത്ത് സ്തോത്രം ചെയ്യുക. നമ്മളോ? ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ അലോഹ്യമൊന്നും ഉണ്ടാക്കുന്നില്ല. സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വിടുതലാണെന്ന് ഈയിടെ മദ്രാസിലല്ല, തൂത്തുക്കുടിയോ അവിടെയാണ് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വെളുപ്പിന് സ്തോത്ര പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സ്തോത്രം മാത്രം പറയുള്ളൂ, പ്രസംഗമൊന്നുമില്ല, ആരാധനയില്ല. 2 ലക്ഷം പേര് സ്തോത്ര പ്രാർത്ഥനയ്ക്ക്. പ്രസംഗമില്ല, പാട്ടില്ല, കായക സംഘമില്ല, വർഷിപ്പ് ലീഡേഴ്സ് ഇല്ല, പ്രീച്ചേഴ്സ് ഇല്ല, ടീച്ചേഴ്സ് ഇല്ല. തീമും ഒന്നുമില്ല. എല്ലാവരുടെ ചെന്നങ്ങ് സ്തോത്രം ചെയ്യുക. നമുക്കോ തീമ്, ടീച്ചേഴ്സ്, പ്രീച്ചേഴ്സ്, പിന്നെന്തോ ലീഡേഴ്സ് എല്ലാം വന്നിങ്ങനെ മിക്കയിടത്തും വന്നിരിക്കുക. ഒരു സ്തോത്രം പോലും വാ തുറന്ന് ഇത് കഴിയുമ്പോൾ കടിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നന്നായിട്ട് വാ തുറക്കും. കടിച്ചു പറിക്കുകയും പിടിച്ചെടുക്കുകയും ഇടിച്ചു കയറ്റുകയും അതിന് നല്ല വിരുദ. ദൈവസന്നിധി വന്നിരുന്ന എല്ലാം ഊമം തെറ്റിയിരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം. ഞാനിത് അനുഭവിക്കുന്നയാളാന്ന് സ്തോത്രം ചെയ്തേ. നീ കുടുംബ പ്രാർത്ഥനയിലൊന്ന് സ്തോത്രം ചെയ്തേ. സഭ കൂടി വരുമ്പോ ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രത്തിന് ശക്തിയുണ്ട്, സ്തോത്രത്തിന് ശക്തിയുണ്ട്. ഈ മരുഭൂമിയിൽ സ്തോത്രമെന്ന യാഗമുണ്ട്. അംഗമില്ലാതെ ഓടിടുന്ന് ഞാൻ എന്റെ പാസുരമ്മ ഭാഗ്യനാടിനായി. അംഗമില്ലാതെ ഓടിടുന്നു ഞാൻ അമേൻ എന്റെ പാസുരമ്മ ഭാഗ്യനാടിനായി. ഓ ഭംഗിയേറും ഭവനമതിൽ അംഗമനായി ചേർന്നിടും. ഓ ഈ നികത്തിൽ മർത്യരെല്ലാം വിങ്ങിടുമേ നിത്യഭാരത. ഓ വിങ്ങിടുമേ നിത്യഭാരത. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസേകം തന്നുവല്ലോ. ഓ നിത്യജീവൻ പകർന്നെന്നിൽ
നിത്യസ്നേഹം തന്നുവല്ലോ. ഓ സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിന് നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. ഓ നിസ്തുലനാം യേശുവിന് നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. മരുഭൂമിയിൽ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. മരുഭൂമിയിൽ ആത്മീക സന്തോഷ ഉത്സവമുണ്ട്. മരുഭൂമിയിൽ സ്തോത്രമെന്ന യാഗമുണ്ട്. തീർന്നില്ല. വായിച്ചോ മോളെ പുറപ്പാട് പുസ്തകം 15:22 മുതൽ വായിച്ചേ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് അതെ, ആ കണ്ണിക മൊത്തം വായിക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം മോളെ. വളരെ നന്ദി. അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ ചെങ്കലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യം. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും. അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. ഈ കണ്ണികയ്ക്കകത്ത് മരുഭൂമിയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഈ കണ്ണികയിൽ തന്നെ ഒന്ന് മരുഭൂമിയിൽ മാറായുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന അനുഭവങ്ങൾ വരും. തളർന്നു പോകരുത്. മാറായുണ്ട്. നിന്നെ കഴിപ്പിക്കുന്നവര് കാണും, കഴിച്ച വിഷയം കാണും, കഴിച്ച സ്ഥലം കാണും. ഞാൻ എന്റെ ഭാഷയെ പറയാം. ആര് കഴിപ്പിച്ചോ അവരിൽ കൂടി ദൈവം മധുരിപ്പിക്കും. എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. നീ എന്തിൽ കഴിച്ചോ അതിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. യോസേപ്പിനെ ചേട്ടന്മാരാ കഴിപ്പിച്ചത്. ചേട്ടന്മാര് വന്ന് അപ്പച്ചോണ്ട് പറഞ്ഞു, അച്ചായ യോസേപ്പ് ചത്തുപോയെന്ന്. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. ചത്തച്ച ഉടനെ അച്ഛൻ ചോദിച്ചു, തെളിവുണ്ടോ? തേണ്ട വാട്സപ്പിനകത്ത് യോസേപ്പിന്റെ തുണി. ഉടനെ അപ്പം നോക്കി, ഓ ഇതെന്റെ ചെറുക്കന്റെ. ഇന്നത്തെ ആ ടെസ്റ്റിംഗ് ഒന്നും അന്ന് ഇല്ലല്ലോ. കരയുക. വിശദീകരിക്കുന്നില്ല. യോസേപ്പ് ചത്തെന്ന് പറഞ്ഞ് അപ്പനും ചേട്ടന്മാരും എല്ലാം കൂടെ ചാത്ത ഉണ്ണുക. അന്നേരം യോസേപ്പ് അപ്പുറം നല്ല യോഗം നടത്തുക. ആദ്യം ചെന്നൊരു പരസ്യയോഗം എഫക്റ്റ് ആയപ്പം പൊത്തിപ്പുറം വീട്ടിൽ കൊണ്ടുപോയി കുടുംബയോഗത്തിൽ വിടുതൽ മുഴുവത്തിനും മേലധികാരിയാക്കി. തള്ള അത്ര ശരിയല്ലായിരുന്നു. ഒരിക്കലെ ചാടി ഷാളായിരിക്കും. ഷാളയെ പിടിച്ച് പുള്ളി എടുത്ത് ഇട്ടേച്ച് പോയി. കാരണം പുള്ളി പുറത്തോട്ടൊരു ഓടി. പുള്ളി ഇട്ട കാരണം ആള് പോയെന്നേ ഉള്ളു, ജീവിതം പോകുകയല്ലോ. തള്ള ജീവിതം എടുത്ത് പന്താടിയാലോ. പക്ഷെ ആള് കടയിൽ ചെന്നാൽ നാളെ 3 മീറ്റർ തരാൻ പറഞ്ഞ ജീവിതം ഏത് കടയിൽ നിന്ന് മേടിക്കും പൊന്നച്ചാ? ഏതെങ്കിലും കട, എന്നേക്കാൾ പ്രായമുണ്ടല്ലോ, ഏതെങ്കിലും കടയിൽ ജീവിതം കിട്ടുമോ? എങ്ങും കിട്ടുക. അതുകൊണ്ട് എടുത്തെറിഞ്ഞു. തള്ള ഈ തുണിയായിട്ട് ഒത്തിരി നാളിങ്ങനെ ചുരുട്ടി കൂട്ടിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തള്ള സഭായത്തിന് പൊക്കും. യോസേപ്പിന്റെ താങ്ങ്. ദൈവത്തിന് മഹത്വം. നല്ല പൊരിഞ്ഞ യോഗം നടത്തുക യോസേപ്പ്. പക്ഷെ കാരാഗൃഹത്തിലിട്ടെങ്കിലും അവിടെ യോഗം മാത്രമാണോ വെളിപ്പാടും. ഇതൊക്കെ നിന്നിട്ടില്ലെന്ന് വെളിപ്പാടും ദർശനവും ഒന്നും. ചിലക്ക് ഇത് ഇല്ല, ഉടനെ പറയാം നിന്നെന്ന്. ഈ ദൈവദാസൻ ഞങ്ങളുടെ സഭയെ വന്ന് ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും എല്ലാവർക്കും വലിയ വരണേ. എന്തോ എഫക്റ്റ് ആയിരുന്നു, എന്തോ ശുശ്രൂഷയായിരുന്നു. അത് അനുഭവിക്കുന്നവർക്കറിയാം. ദൈവത്തിന് മഹത്വം. നിന്നിട്ടില്ല. അവിടെ ദൂതും വെളിപ്പാടും എല്ലാം പറഞ്ഞു. എന്തിനേറെ ഒടുവിൽ പറവോൻ സ്വപ്നം കണ്ട അതും വന്ന് വ്യാഖ്യാനിച്ചു. യോസേപ്പിന് മന്ത്രി പദവിയിലെത്തി. ഈ ചേട്ടന്മാരെല്ലാം വർഷങ്ങൾ കഴിഞ്ഞ് യോസേപ്പിനെ വന്ന് കണ്ടു. 10 എണ്ണം കൂടെ പൊത്തോന്നും പറഞ്ഞു വീണു. യോസേപ്പ് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. നിങ്ങളെവിടെ? ഞങ്ങൾ പെന്തിക്കോസുകാരാ. പരുവക്കേട് കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങൾ ഏത് പെന്തിക്കോസാ? ഇന്ത്യൻ പെന്തിക്കോസ്. അയ്യോ, ഇച്ചിരി കനത്തിലിരിക്കട്ടെ. ഇന്ത്യൻ പെന്തിക്കോസ്. നിങ്ങൾ എത്ര പേരാ? ഞങ്ങളിപ്പോൾ ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് എല്ലാവരും കൂടിയില്ല, കുറച്ച് പേര്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായാൽ മതി. ഞങ്ങളിപ്പം 10 ഉണ്ട്. അപ്പം യോസേപ്പ് വെച്ചിട്ടാണ് ഒരുത്തൻ അച്ചായൻ്റെ കൂടെ ഉണ്ട്. ഒരുത്തൻ
ആരുടെ മുഖത്ത് നോക്കിയാ പറയാന്നേ? ഇപ്പൊ ഇല്ലെന്ന്. അവൻ നല്ല വടിക്കമ്പ് പോലെ നിൽക്കുക. യുവമാർ അവന്റെ മുഖത്ത് നോക്കി പറയാ ഇപ്പം. അന്നേരം യോസേപ്പിന് മനസ്സിലായി പട്ടിണിയായിട്ട് യുവമാരുടെ സ്വഭാവത്തിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ബൈപ്പാസ്, പിന്നെന്തുവാ ഏതാണ്ടൊക്കെ ഇട്ടേക്കുന്ന സ്റ്റെന്റ് ഇതെല്ലാം ഇട്ടിട്ട് ഇവനെല്ലാം ഊതുക്കമുണ്ടോ? പൊന്നച്ചൻ പറഞ്ഞേച്ചാ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുള്ളൂ. ഇല്ല, അങ്ങനെ പറ. 2 അറ്റാക്ക് വന്നു, കിഡ്നി പ്രോബ്ലം. എന്നാൾ ഒരുത്തനെ ഇതുമായിട്ടാ വരുന്നത്. ഇല്ല പായിക്ക് എന്നിട്ട് ഒതുക്കം വരുന്നില്ല. എടാ ഇതൊക്കെ വരുമ്പം ദൈവത്തെ ഭയപ്പെട്ട് എന്റെ ദൈവമേ എനിക്ക് 1 വർഷവും കൂടെ തന്ന ആയുസ് തന്നു, ദൈവം എന്നെ നിർത്തിയല്ലോ എന്നോർത്ത് എല്ലാവരോടും ഒന്നിച്ച് യോജിച്ച് സന്തോഷിച്ച് ദൈവത്തെ വിളിക്കുകയല്ലേ ചെയ്യണ്ടേ? അന്നേരം പിന്നെ അതിനകത്ത് കിടന്ന് കുരിക്ക. അപ്പൊ ചോദിച്ചു 2 പേര്, ഒരുത്തൻ അച്ഛനെടുക്കലുണ്ട്, ഒരുത്തൻ ഇപ്പൊ ഇല്ല സാറേ. സാറ് ചോദിച്ചു അവനെവിടെ? പുള്ളി ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പോയതാ, പിന്നെ ഞങ്ങൾക്കൊരു വിവരം ഇപ്പൊ ഇല്ല. അതുകൊണ്ട് പുള്ളി ശുശ്രൂഷ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് അത്ര. അപ്പൊ യോസേപ്പിന് മനസ്സിലായി ഇവന്മാരൊന്നും ഇതുവരെ ഗുണമായില്ല. ഞാനൊന്നും വിവരിക്കുന്നില്ല, ഒത്തിരി അവിടെ നിന്ന് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2ാം വരവിന് കണ്ടെല്ലാം കാര്യമെല്ലാം വെളിപ്പെടുത്തി പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മുത്തമിട്ടു. ഇവന്മാര് വന്ന് അപ്പച്ചനോട് വീണ്ടും വന്ന് പറയാ, അച്ചായ യോസേപ്പ് ജീവിച്ചിരിക്കുന്നെന്ന്. അപ്പച്ചൻ പറഞ്ഞടാ നിങ്ങളല്ലയോടാ പണ്ട് വന്ന് പറഞ്ഞ ചത്തെന്ന്. അത് ഞങ്ങൾ അന്നേരത്തെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ പറഞ്ഞു പോയി. സോറി ഡാഡി. പിന്നെ സോറി ഡാഡി കൊന്ത്രാക്കൊള്ളിയെല്ലാം ഒപ്പിച്ച് 2 തോറി പറഞ്ഞ ഉടനെ തീരുവോ? ചെളി വാരി എറിഞ്ഞ് കരി വാരി എറിഞ്ഞു. ഫേസ്ബുക്കിൽ കൂടെ, വാട്സപ്പിൽ കൂടെ, യൂട്യൂബിൽ കൂടെ പറയുന്നത് മുഴുവൻ പറഞ്ഞേച്ച് എല്ലാവരുടെ വത്ത വരുന്നത് സോറി കീറി. ആരുടേത്? എടാ ചെയ്തതിനും പറഞ്ഞതിനെല്ലാം എണ്ണി അനുദപിച്ച് നീ പൊതുവിൽ എഴുന്നേറ്റ് പറയണം. പൊതുവിൽ പറയണം, ഞാനാന്നേലും നിങ്ങളാന്നേലും. അല്ലാതെ നാട്ടുകാരെ എല്ലാം കൊന്തനാക്കൊള്ളി വെച്ചിട്ട് രാത്രി പെരക്കാത്തി എന്നു സോറി വിടുവോ ദൈവം? ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവന്മാര് വന്ന് പറയാ അച്ചായ യോസേപ്പ് ജീവിച്ചിരിക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു നിങ്ങളല്ലയോടാ ചത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ജീവിക്കുന്നെന്നും. അപ്പച്ചൻ ചോദിച്ചു പണ്ട് ചത്തെന്നും പറഞ്ഞ് നിങ്ങൾ തെളിവ് തന്നു തുണി, ഇപ്പൊ തെളിവുണ്ടോടാ? എന്റെ അച്ഛാ ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? പിടിച്ചങ്ങോട്ടിറക്കി അങ്ങോട്ട് നോക്കിയപ്പം മിസ്രൈമിലെ കൊടി പറത്തിക്കൊണ്ടൊരു രഥം ഇങ്ങനെ അതിന്റെ എമ്പളമൊക്കെ ആ കിളങ്ങിനെ വരികയാ. ആ രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. ഇന്ന് രാത്രി നിന്നെ കയിപ്പിച്ചവരെ കൊണ്ട് ദൈവം നിന്നെ മതിരിപ്പിക്കും. നിന്നെ ആരെല്ലാം കയിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നീ പ്രാർത്ഥിച്ചാ മതി. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിയാ മതി. വേറെ ആരെയും ചാരണ്ട. കേസ് കൊടുക്കാൻ പോകരുത്, കോടതി പോകരുത്, വക്കീലിന് പൈസ കൊടുക്കരുത്, കോടതി കയറി നിരങ്ങരുത്. ഇത് ഉള്ള കോടതി മുഴുവൻ കയറി നിരങ്ങി ഉള്ള ഗുണ്ടകൾക്കെല്ലാം പൈസ കൊടുത്ത് ഗുണ്ടകളല്ലയോ എല്ലായിടത്തും നിൽക്കുന്നേ. യോഗത്തിന് വന്ന എന്നെ കടങ്ങാലി പാസ്റ്റർ ഊറിയ ചിരിച്ചിരിക്കുന്നേ. ദൈവത്തിന് മഹത്വം. ഞാൻ കുറ്റമൊന്നും പറയല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൂതൻ ഇറങ്ങിയെന്ന്. അന്നേരം ഗുണ്ടകൾ നിന്ന് ചിരിക്കുക, എവിടെടാണ് ആ ദൂതൻ? ഞാൻ ഇന്നലെ ഇവിടെ തന്നെ കൊങ്ങായിക്ക് പിടിച്ച് താക്കി തെച്ചതാ. ദൂതൻ എവിടെ? ദൂതൻ. ദൈവത്തിന് മഹത്വം. നീ കേസിനും മഴക്കിനും കോടതിക്കും ഒന്നും പോകരുത്. നീ പ്രിയന്റെ മേ ചാരിക്കൊണ്ടങ്ങോട്ട് പോയേ. ദൈവത്തിന്റെ മഹത്വം. നിന്നെ ആര് കയിപ്പിച്ചോ അവര് തന്നെ നിന്നെ മതിരിപ്പിക്കും. നീ എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മതിരിപ്പിക്കും. കലയപുരത്ത് കഴിച്ചെങ്കിൽ കലയപുരത്ത് മതിരിപ്പിക്കും. കൊട്ടാരക്കര കഴിച്ചെങ്കിൽ കൊട്ടാരക്കര മതിരിപ്പിക്കും. നീ തിരുവല്ലായി കഴിച്ചെങ്കിൽ തിരുവല്ലായി നിന്നെ മതിരിപ്പിക്കും. നീ കുമ്പനാടാ കഴിച്ചെങ്കിൽ കുമ്പനാട് മതിരിപ്പിക്കും. മുളക്കുട കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മതിരിപ്പിക്കും. പുനലൂരാണെങ്കിൽ ഇപ്പൊ പുനലൂരില്ല, പറന്തലോ പുനലൂരോ അവിടെ അവിടെ കഴിപ്പിക്കും. നീ എവിടെ കഴിച്ചോ അവിടെ ദൈവം നിന്നെ മതിരിപ്പിക്കും.
നിന്റെ മാറയെ മതിരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അവൻ മരുഭൂമിയിൽ വന്ന് മാറായിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. കയ്പ മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു, വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി. ഞാൻ ഇങ്ങനെ പറയുക, ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ചയെ വെട്ടിയാൽ അതിനൊരു കറ കാണും. മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ ഒരു ആശയമാ, ഈ വൃക്ഷത്തിന്റെ കറ ഈ മാറയിലേക്ക് ലയിച്ചപ്പോൾ ആ മാറ മധുരിച്ചു. അങ്ങനെയെങ്കിൽ ഇതൊരു വെളിപ്പാടാ. ഈ വൃക്ഷമാരാ, മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു, നല്ല വൃക്ഷമാകുന്ന ക്രിസ്തു. ഒരിക്കൽ യേശു പറഞ്ഞല്ലോ, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് അത്രയധികം. ഈ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വൃക്ഷത്തിന്റെ കറ മാറയിലേക്ക് ലഭിച്ചപ്പോൾ ആ മാറ മധുരിച്ചു. ഞാനിങ്ങനെ അങ്ങ് പറയാൻ ഇഷ്ടമുണ്ട്, യോജിക്ക്. നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിന് 33 തിരുവയസ്സിൽ ആ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെട്ടി ആദ്യത്തെ വെട്ട് ഗതസമനയിലാ കൊടുത്തത്. അവിടെ മുതൽ വെട്ടി വന്നവനെല്ലാം കേറി വെട്ടി. അന്നായ്യപ്പ വെങ്കരോധാവ് സന്നിധി സംഘങ്ങളും മഹാപുരോഹിതന്മാർ വന്നവരെല്ലാം വെട്ടി. തലേ ദിവസം മുതൽ വെട്ടു തുടങ്ങി. വെട്ടി 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 ഒടുവിൽ പിറ്റേന്ന് കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തികളുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തറക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു, അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം, ഹല്ലേലൂയ, അവിടുത്തെ തിരുശരീരം തായ്തടിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം, രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, ആ രക്തം നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ മാറ മധുരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. നിന്റെ മാറാ രോഗത്തെ ഇന്ന് രാത്രി മാറ്റും. അതല്ലേ അടുത്ത വാക്ക്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. നിന്റെ ക്യാൻസറിനെ ഉരുക്കി മാറ്റും. നിന്റെ ബ്രെയിൻ ട്യൂമറിനെ ഉരുക്കി മാറ്റും. നിന്റെ അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാത്മാവിനെ ഇന്ന് രാത്രി ദൈവം ഉരുക്കി മാറ്റും. വന്നതുപോലെ തിരിച്ചു പോകരുത്, വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി സൗഖ്യത്തോടെ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗപീഠകൾ ഇന്ന് രാത്രി ഉരുകട്ടെന്ന്. സമയം അല്പം പോയെങ്കിലും പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് തിരിച്ചു പോകാം. ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. സൗഖ്യത്തോടെ ഈ രാത്രി വിടുതലോടെ തിരിച്ചു പോകും. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. മൺകൂടാരത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ പവറാ. അടയാ റഗത രോഗശാന്തി ഉണ്ടാകട്ടെ. രോഗശാന്തി ഇന്ന് രാത്രി, രോഗശാന്തി വെളിപ്പെടട്ടെ. മാറട്ടെ. ക്യാൻസറിന്റെ അണുക്കൾ മാറട്ടെ. തീരാവ്യാധി ഇന്ന് രാത്രി മാറട്ടെ. കളയവരും കൺവെൻഷൻ ഇന്ന് രാത്രി വിടുതലാകട്ടെ. രോഗപീഠകൾ ഇന്ന് രാത്രി അഴിയട്ടെ. സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി വിടുതൽ. നീ രോഗിയായിട്ടാ വന്നത്, പക്ഷേ ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകാം. നീ വളരെ മനോവേദനയോടാ വന്നത്. ഇന്ന് രാത്രി രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുക. നിന്റെ വിലാപത്തെ നൃത്തമാക്കും. അന്തക്കെട്ട, ജാലക്കടക, ഭൂമക്കെട്ടി, വേദിക്കടക, ഈ രാത്രി വിടുതലിന്റെ രാത്രി രോഗാത്മാ അറിയട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. അടുത്തിരിക്കുന്ന ആരെ നോക്കണ്ട, അടുത്തിരിക്കുന്ന ആരെ നോക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പടരാൽ സൗഖ്യം വന്നിരിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മാറയെ മധുരിപ്പിക്കുന്ന ദൈവശക്തി, രോഗശാന്തി തരുന്ന ദൈവശക്തി ഇന്ന് രാത്രി ദൈവത്തിലെ ക്ഷീണിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക.
ഞാൻ ബാക്കി ഭാഗം പറയുന്നില്ല, ഇപ്പൊ ഇത്രയും സമയം അധികം മുമ്പോട്ട് പോയി നിങ്ങളെല്ലാം കേട്ടിരുന്നല്ലോ. നന്ദി. മരുഭൂമിയിൽ പ്രിയന്റെ മേച്ചാരിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ, ഒന്ന്, ദൈവത്തിന്റെ കരുതലുണ്ട്. 2, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. 3, ആത്മീക സന്തോഷമുണ്ട്. 4, സ്തോത്രമെന്ന യാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 5, നിന്റെ മാറയെ മതിരിപ്പിക്കും. 6, നിനക്ക് രോഗശാന്തിയുണ്ട്. മാത്രമാണോ, നിന്നെ എലീമി കൊണ്ടുവരും. അത് സമൃദ്ധിയാ എന്ന് പറഞ്ഞാൽ നീ അധപ്പതിക്കാൻ, നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച്, മുമ്പേ ഓർപ്പിച്ചതുപോലെ ശലോമോന്റെ പള്ളിയറ കണ്ട് ഇളകാതെ, ശലോമോനിലും വലിയവനാകുന്ന ക്രിസ്തുവേശുവിന്റെ മണിയറ കണ്ട് പ്രത്യാശ പുതുക്കി നല്ല അവകാശം പ്രാപിപ്പാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും സെന്ററിന്റെ ചുമതലപ്പെട്ടവർക്കും മറ്റ് ദൈവദാസന്മാര് എല്ലാവരും കേട്ടിരുന്നവർക്കും എല്ലാവർക്കും നന്ദി. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കൂട്ടുവേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.